പ്രേക്ഷകരെ നമസ്കാരം. കോട്ടയം മലയാള അച്ചടി മാധ്യമങ്ങൾക്കും സാഹിത്യത്തിനും പകരം വെക്കാനാവാത്ത സംഭാവന നൽകിയ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരിയായി മാറിയ അക്ഷരനഗരി, കേരളത്തിലെ ആദ്യത്തെ കോളേജിന്റെയും അച്ചടിശാലകളുടെയും പാരമ്പര്യത്തിന്റെ കഥ പറയുന്ന നാട്, തെരഞ്ഞെടുപ്പ് ഗോതയിൽ എക്കാലത്തും താരപ്പകിട്ടോടെ തലയെടുപ്പോടെ നിൽക്കുന്ന ജില്ല, കേരള ചരിത്രത്തിൽ രാഷ്ട്രീയ അധികായകരെ സമ്മാനിച്ച നാട്, കേരള കോൺഗ്രസിന്റെ വളർച്ചയും പിളർപ്പും കണ്ട രാഷ്ട്രീയ ഭൂമിക, ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റബ്ബർ ഉൽപാദനം നടക്കുന്ന സമ്പദ് വ്യവസ്ഥയിൽ അതിനിർണായകത്വം വഹിക്കുന്ന നാട്. അങ്ങനെ കോട്ടയം ജില്ലയെ പറ്റി ഉള്ള വിശേഷണങ്ങൾ അനവധിയാണ്. എക്കാലത്തും രാഷ്ട്രീയ മണ്ഡലത്തിൽ താക്കോൽ സ്ഥാനം വഹിക്കുന്ന കോട്ടയം ജില്ലയിലെ പാല, പൂഞ്ഞാർ, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി എന്നീ മണ്ഡലങ്ങളിലൂടെയാണ് ഇലക്ഷൻ ഹെറാൾഡ് ഇന്ന് കടന്നു പോകുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജോർജ് പൊടിപാറയും കോട്ടയം ജില്ലാ റിപ്പോർട്ടറായിട്ടുള്ള അജിത് ബാബുവുമാണ് ഇന്ന് നമുക്കൊപ്പം രാഷ്ട്രീയ വിശകലനങ്ങളുമായി ചേരുന്നത്. ഇരുവർക്കും സ്വാഗതം ഇലക്ഷൻ ഹെറാൾഡിലേക്ക്. ഒപ്പം എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇലക്ഷൻ ഹെറാൾഡിലേക്ക്. നമ്മൾ ആദ്യം പോകുന്നത് പാലായിലേക്കാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ തട്ടകമായ പാല 1965 മുതൽ അരനൂറ്റാണ്ടോളം പാലായ്ക്ക് ഒരൊറ്റ ജനപ്രതിനിധി മാത്രം, KM മാണി. തോൽവി അറിയാതെ തുടർച്ചയായി 13 വട്ടം ജയിച്ചു കയറിയ മറികടക്കാൻ കഴിയാത്ത ചരിത്രം. എന്നാൽ ആ യുഗാന്തത്തിന് ശേഷം കേരള കോൺഗ്രസ് എമ്മിന് പാല ആദ്യമായി നഷ്ടമായത് 2019 ഉപതെരഞ്ഞെടുപ്പിലാണ്. പക്ഷേ അന്നും പാല ഒരു മാണിയാണ് വിജയിപ്പിച്ചത്. LDFന്റെ ഭാഗമായ NCP സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ പാലായുടെ ജനപ്രതിനിധിയായി. 2021 ജയം മാണി സി കാപ്പനും തന്നെ. പക്ഷേ അന്ന് വിജയിച്ചത് UDF സ്ഥാനാർത്ഥിയായി. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലാ നഗരസഭയും കേരള കോൺഗ്രസ് എമ്മിന് നഷ്ടമായി. ജോസ് കെ മാണിയുടെ വാർഡിൽ പോലും LDF പരാജയം അറിഞ്ഞു. ഇതാണ് പാലായുടെ ഒരു ചിത്രമായി വരുന്നത്. നമുക്ക് ഡേറ്റകൾ വിശകലനം ചെയ്യേണ്ടതുണ്ട്. എനിക്കും ഒരു സന്തോഷം പങ്കുവെക്കാനുള്ളത്, എന്റെയും പ്രിയപ്പെട്ട മണ്ഡലമാണ്, എന്റെ ജന്മനാടാണ്. പാലായുടെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ എനിക്ക് അത് ഹൃദയത്തോടും രക്തത്തോടും അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് പോകാം 2021 കണക്കിലേക്ക്. 2021 മാണി സി കാപ്പൻ ജയിച്ചു കയറുമ്പോൾ 69,804 വോട്ടുകൾക്കാണ് ജയിച്ചു കയറുന്നത്. 50.43% അന്ന് മാണി സി കാപ്പൻ ലഭിച്ച വോട്ട്. ജോസ് കെ മാണി LDFന്റെ സ്ഥാനാർത്ഥിയാകുമ്പോൾ 54,426 വോട്ടുകൾ, 39.32% എന്നുള്ളതായിരുന്നു കണക്ക്. പ്രമീള ദേവിയാണ് BJP സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. 10,869 വോട്ടുകളാണ് നേടിയത്, 7.85%. ഭൂരിപക്ഷം വന്നത് 15,378 എന്നുള്ളതായിരുന്നു. ഇനി നമുക്ക് പോകാം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളിലേക്ക്. അവിടെ ഫ്രാൻസിസ് ജോർജ് വിജയിച്ചു കയറുമ്പോൾ 52,295 വോട്ടുകളാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത്. 44.16% ഫ്രാൻസിസ് ജോർജിന് ലഭിച്ചത്. തോമസ് ചാഴികൻ രണ്ടാം സ്ഥാനത്തേക്ക് വരുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. 39,830 വോട്ടുകളാണ് ലഭിച്ചത്. 33.63% തുഷാർ വെള്ളാപ്പള്ളി BDJസിന്റെ സ്ഥാനാർത്ഥി. 22,505 വോട്ടുകൾ, 19% എന്നുള്ളതായിരുന്നു കണക്ക്. അവിടെ ലീഡ്, അതായത് പാലാ നിയോജക മണ്ഡലത്തിൽ ലീഡ് ലഭിച്ചത് 12,465 എന്നുള്ളതായിരുന്നു. ഇനി നമുക്ക് പോകാം 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കിലേക്ക്. പാലാ മുനിസിപ്പാലിറ്റി UDFനൊപ്പം, UDFന് അവിടെ 10, LDFന് അവിടെ 11, മറ്റുള്ളവർക്ക് അവിടെ 5 എന്നുള്ളതാണ് കണക്ക്. 2020 അത് LDFനൊപ്പമായിരുന്നു. നമുക്ക് ഈ കണക്ക് പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാകും UDFന് 10, LDFന് 11. പിന്നെ എങ്ങനെ UDFന് മുനിസിപ്പാലിറ്റി വന്നു? അതും ഒരു ചരിത്രമാണ്. പാലാ നഗരസഭയിൽ 1985 ശേഷം ആദ്യമായാണ് കേരള കോൺഗ്രസ് എം ഇതര ഭരണം ഉണ്ടാകുന്നത്. പാലാ നഗരസഭയിൽ പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 കൗൺസിലർമാരുടെ പിന്തുണയോടെ UDF അവിടെ ഭരണം പിടിക്കുകയുണ്ടായി. 21 വയസ്സുകാരിയായ ദിയ ബിനു പുളിക്കക്കണ്ടം രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷയായി മാറി ചരിത്രം കുറിച്ചതും ഇത്തവണയാണ്. ഇനി നമുക്ക് പോകാം അവിടുത്തെ പഞ്ചായത്തുകളിലൂടെ. അവിടെ പഞ്ചായത്ത് കണക്കിൽ UDFന് 7, LDFന് 5 എന്നുള്ളതാണ് നില. ഭരണങ്ങാനം LDFനൊപ്പമാണ്. കടനാട് UDFനൊപ്പം, കരൂർ LDFനൊപ്പം, കൊഴുവനാൽ, മീനച്ചിൽ, മേലുകാവ് എന്നീ പഞ്ചായത്തുകൾ UDFനൊപ്പം, മൂന്നിലവ് മുത്തോലി LDFനൊപ്പം, രാമപുരം UDFനൊപ്പം, തലനാട് LDFനൊപ്പം, തലപ്പലം, എലിക്കുളം എന്നീ പഞ്ചായത്തുകൾ UDFനൊപ്പമാണ്. ഇതാണ് പാലായുടെ ഇപ്പോഴത്തെ ചിത്രം. പക്ഷേ പാല എന്ന മണ്ഡലം വൈസും മാത്രമല്ല, അവിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ സാന്നിധ്യവും വളർച്ചയും പിളർപ്പും അങ്ങനെ എല്ലാ തരത്തിലും വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്ന മണ്ഡലമാണ്. നമുക്ക് അതിഥികളിലേക്ക് പോകാം. ആദ്യം ശ്രീ ജോർജ് പൊടിപാറയിലേക്കാണ്. ശ്രീ ജോർജ്, പാലാ ഇത്തവണത്തെ പൊളിറ്റിക്കൽ ത്രില്ലിംഗ് അതേത് തരത്തിൽ വരും? ഒറ്റയടിക്ക് ചോദിച്ചാൽ
കേരള കോൺഗ്രസ് എമ്മിന്, അതായത് ജോസ് കെ മാണിക്ക് ഒരു അത്ഭുതം പാലാ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ സൃഷ്ടിക്കാൻ കഴിയുമോ? സംഗീത, ഇത് ഇത്തിരി സങ്കീർണമായൊരു ചോദ്യമാണ്. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം പാല എന്ന് പറയുന്നത് വല്ലാത്തൊരു വികാരമാണ്. 50 വർഷത്തോളം സ്വന്തം പിതാവ് കൈയടക്കി വെച്ചൊരു മണ്ഡലം, ചോദ്യം ചെയ്യപ്പെടാത്ത പാലായുടെ അദൃശ്യനായ നേതാവ്, ചരിത്രം സൃഷ്ടിച്ച നേതാവ്, അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരനായി മകൻ ജോസ് കെ മാണി വരുമ്പോൾ അദ്ദേഹത്തിന് പാല അന്യമായി തീരുന്നു, പാലായിൽ തുടർച്ചയായി പരാജയം രുചിക്കുന്നു എന്നത് അദ്ദേഹത്തിന് മാത്രമല്ല കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന പാർട്ടിക്കും ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്. അത് വളരെ വളരെ സങ്കീർണമായ ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. ഒരുപക്ഷെ ജോസ് കെ മാണി എന്ന് പറയുന്ന ശ്രീ കെ എം മാണി സാറിൻ്റെ പിന്തുടർച്ചയായിട്ടുള്ള ആ പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനം അലങ്കരിക്കുന്ന ജോസ് കെ മാണിക്ക് സ്വന്തം പിതാവിൻ്റെ തട്ടകത്തിൽ തുടർ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് കൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹത്തിന് രാജ്യസഭാംഗമായിട്ട് ഡൽഹിയിലേക്ക് പോകേണ്ട സ്ഥിതിയാണിപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ളത്. ആ സ്ഥാനത്തേക്കാണ്, ആ പാർട്ടിയുടെ മന്ത്രിസ്ഥാനത്തേക്ക് റോഷി അഗസ്റ്റിൻ, ഇടുക്കിയിൽ നിന്ന് ജയിച്ച റോഷി അഗസ്റ്റിൻ മന്ത്രിയായത്. തീർച്ചയായിട്ടും ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഇക്കുറിയും അദ്ദേഹത്തിന് എതിരിടാനിരിക്കുന്നത് കഴിഞ്ഞ 2 തവണ അദ്ദേഹത്തെ വലിയ മാർജിനിൽ പരാജയപ്പെടുത്തിയ മാണി സി കാപ്പനാണ്. ഒരു തവണ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഏതാണ്ട് 16,000 വോട്ടിനും, വീണ്ടും ഒരു രാഷ്ട്രീയ സമ്മർസോൾട്ടിന് ശേഷം അല്ലെങ്കിൽ രാഷ്ട്രീയ ചിത്രം മാറി മറിഞ്ഞപ്പോൾ ജോസ് കെ മാണി ഇടതുമുന്നണിയിലെത്തിയപ്പോൾ മാണി സി കാപ്പൻ UDFൻ്റെ ഭാഗമായി വീണ്ടും 2021 അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്ന കാഴ്ച കണ്ടു. അന്നും അദ്ദേഹത്തിന് നല്ല ഭൂരിപക്ഷം ലഭിച്ചു. അപ്പോൾ ഇക്കുറിയും ജോസ് കെ മാണി പാലായിൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ അദ്ദേഹത്തിൻ്റെ എതിരാളി മാണി സി കാപ്പനായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ജോസ് കെ മാണി UDFിലേക്ക് വരാൻ ശ്രമിച്ചതാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ ചർച്ചകൾ നടന്നതാണ്. ആ ചർച്ചകളുടെ എല്ലാം ഒടുവിൽ ഏറ്റവും കീറാമുട്ടിയായി നിന്ന പ്രശ്നങ്ങളിലൊന്ന് ജോസ് കെ മാണി എവിടെ മത്സരിക്കും. ആ മത്സരിക്കാൻ പാലാ വിട്ട് മറ്റെവിടേക്കെങ്കിലും ജോസ് കെ മാണി പോയാൽ തീർച്ചയായിട്ടും അതൊരു ഒളിച്ചോട്ടമായിട്ട്, അതൊരു കീഴടങ്ങലായിട്ട് വ്യാഖ്യാനിക്കും, ധൈര്യമില്ലായ്മയായിട്ട് വ്യാഖ്യാനിക്കും. തീർച്ചയായിട്ടും കെ എം മാണി സാറിൻ്റെ മകന് പാലാ വിട്ടൊരു കളി തീർച്ചയായിട്ടും ഒരു അപമാനമാണ്, അല്ലെങ്കിൽ അഭിമാനത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ മാണി സി കാപ്പൻ ഒരു മഹാമേരുവിനെ പോലെ പാലായിൽ നിൽക്കുമ്പോൾ ഇടതുമുന്നണിയുടെ ആ ഒരു ലേബലിൽ, അല്ലെങ്കിൽ ആ ഒരു ചിഹ്നത്തിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീ ജോസ് കെ മാണി മത്സരിച്ചാൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ പാല വീണ്ടും ഒരു കിട്ടാക്കനിയാകുമോ എന്ന സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ UDFുമായിട്ടുള്ള അല്ലെങ്കിൽ സഖ്യ നീക്കത്തിന് ജോസ് കെ മാണി ശ്രമിച്ചതുപോലും ഒരുപക്ഷെ മാണി സി കാപ്പനെ മറ്റേതെങ്കിലും സുരക്ഷിത മണ്ഡലത്തിലേക്ക് UDF മാറ്റുകയും പകരം പാലായിൽ ജോസ് കെ മാണി UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്താൽ അദ്ദേഹത്തിന് പാലായുടെ പാരമ്പര്യം തിരിച്ചുപിടിക്കാൻ കഴിയും. അച്ഛൻ്റെ പാരമ്പര്യം, അദ്ദേഹത്തിൻ്റെ ആ പാർട്ടിയുടെ പാരമ്പര്യം നിലനിർത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ അതിനെ അള്ളുവെച്ചത്, അല്ലെങ്കിൽ അതിനെ ടോർപ്പിഡോ ചെയ്തത് അദ്ദേഹത്തിൻ്റെ തന്നെ വിശ്വസ്തനായ മാണി സാറിൻ്റെ മറ്റൊരു വിശ്വസ്ത ശിഷ്യനായ റോഷി അഗസ്റ്റിനാണ്. അദ്ദേഹവും അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി MLA ശ്രീ ജയരാജും, ഒപ്പം തന്നെ ഈ ഒരു മൂന്നാമനും ഉണ്ടായിരുന്നു. ആ 3 പേർ ചേർന്നാണ് ആ നീക്കത്തെ അട്ടിമറിച്ചത്. 2 പേര്, 5 MLAമാരിൽ 2 പേർ തീർച്ചയായിട്ടും UDFുമായിട്ടുള്ള സഖ്യത്തെ അനുകൂലിച്ചു എന്നാണ് വാർത്തകൾ, വിശ്വസനീയമായ വാർത്തകൾ പുറത്തു വന്നത്. പക്ഷേ ഒടുവിൽ റോഷി അഗസ്റ്റിൻ്റെ കടുംപിടുത്തത്തിന് മുന്നിൽ അത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റ് ചിലരുടെയൊക്കെ, ജയരാജ് അടക്കമുള്ളവർ റോഷി അഗസ്റ്റിനെ പിന്തുണച്ചപ്പോൾ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ആ നീക്കത്തിൽ നിന്ന് പിന്മാറുകയല്ലാതെ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് ഒരുപക്ഷെ UDFിൽ എത്തില്ല എന്ന് ബോധ്യം വന്നപ്പോൾ പാർട്ടി മറ്റൊരു പിളർപ്പ് എന്ന് പറയുന്ന കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക, അതിൻ്റെ കൂടെ പുറപ്പാട് നിഴല് പോലെയാണ്. എന്നും വളരുംതോറും പിളരുംതോറും വളരുകയും ചെയ്യുന്ന പാർട്ടി എന്ന ആ ഒരു വലിയ വിശേഷണം തന്നെ കേരള കോൺഗ്രസ് എക്കാലത്തും ഉള്ളതാണ്. എത്ര തവണ പിളർന്നിട്ടുണ്ട്, എത്ര തവണ ലയിച്ചിട്ടുണ്ട്, ഐക്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ചോദ്യത്തിന് കണക്ക് പുസ്തകം തന്നെ നോക്കേണ്ടി വരും. അങ്ങനെയുള്ളൊരു പാർട്ടിയുടെ ഇത്തവണ ഏതായാലും ഒടുവിൽ ആ സഖ്യനീക്കങ്ങളൊക്കെ മാറ്റുകയും ഒടുവിൽ ജോസ് കെ മാണി UDFിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. തീർച്ചയായും നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് LDFിന്റെ ജാഥയിൽ ക്യാപ്റ്റനായി അദ്ദേഹം മാറുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ ഈ സംസാരിച്ചു വരുന്നത്. നമുക്ക് വീണ്ടും ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് ഒരൊറ്റ പോയിന്റ് കൂടി, $1 മില്യൺ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇക്കുറിയും ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമോ?
അതോ അദ്ദേഹം ഏതെങ്കിലും കുറെ കൂടി സുരക്ഷിതമായ ഒരു സീറ്റ് നേടി ഏറ്റുമാനൂരിലേക്കോ കടുത്തുരുത്തിയിലേക്കോ മാറുമോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ വിചാരിക്കുന്നു ജോസ് കെ മാണി പാലായിൽ തന്നെ മത്സരിക്കാനാണ് തീരുമാനിക്കുക. തീർച്ചയായും. അപ്പോൾ നമുക്ക് വീണ്ടും അതിന്റെ മറ്റു വശങ്ങളിലേക്ക് വരാം. ശ്രീ ജോർജ്, ഞാൻ അജിത്തിലേക്കും കൂടി പോവുകയാണ്. അജിത്ത് ആ മണ്ഡലത്തിൽ തന്നെ അല്ലെങ്കിൽ ആ ജില്ലയിൽ തന്നെ സജീവമായി നിൽക്കുമ്പോൾ ഇതിന്റെ എല്ലാവിധ അടിയൊഴുക്കുകളും അല്ലെങ്കിൽ എല്ലാവിധ സ്പന്ദനങ്ങളും മനസ്സിലാക്കുന്നുണ്ടാകുമല്ലോ. അജിത്തെ, കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച അതീവ ദുഷ്കരമായിട്ടുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ അനുഭവിക്കാത്തതിൽ കൂടുതൽ ഒരു വലിയ സമ്മർദ്ദം അനുഭവിക്കുന്ന കാലഘട്ടം, ജീവൻ മരണ പോരാട്ടം എന്നുള്ള നിലയ്ക്ക് തന്നെയല്ലേ പാലായിലെ കാര്യങ്ങൾ? എങ്ങനെ പോകുന്നു മണ്ഡലത്തിൽ നിലവിൽ ആ സാഹചര്യം? സംഗീത, തീർച്ചയായും ഒരുപക്ഷെ മണിമലയാറ്റിന്റെ ചലനവും ഒഴുക്കുമെല്ലാം പോലെ തന്നെ പാലക്കാർക്ക് അത്രത്തോളം അവരുടെ വികാരത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്ന വികാരമാണ് അവിടുത്തെ രാഷ്ട്രീയ സ്വഭാവം, ചർച്ചകളൊക്കെ. പ്രത്യേകിച്ച് കേരള കോൺഗ്രസിന്റെ വളർച്ച, കേരള കോൺഗ്രസിന്റെ ഒഴുക്ക്, കേരള കോൺഗ്രസ് എങ്ങനെ മുന്നോട്ട് പോയി എന്നുള്ളതിനെല്ലാം പാല ഒരു നിർണായക ഘടകമായി അടയാളപ്പെടുത്തുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലെടുത്ത് നമ്മൾ സംസാരിക്കേണ്ടത്, ഈ ചരിത്രം നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ അത് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ നമ്മൾ ആലോചിച്ചാൽ അതിന്റെ കൃത്യമായൊരു വിലയിരുത്തൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മാണി സി കാപ്പന്റെ ഈ മണ്ഡലത്തിലുള്ള വളർച്ച, വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നത് ഘട്ടം ഘട്ടമായാണ് ഉയർന്നു വന്നത്. പ്രത്യേകിച്ച് KM മാണി മത്സരിക്കുന്ന സമയത്ത് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5259 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമായിരുന്നു അന്ന് KM മാണിക്ക് ഉണ്ടായിരുന്നത്. അത് 2016 എത്തുമ്പോൾ ആ കണക്ക് പിന്നെയും മാറുകയാണ്. 4703 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു മാത്രമായിരുന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായി ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിൽ മാണി സി കാപ്പൻ വോട്ട് വർദ്ധിപ്പിക്കുകയും ഭൂരിപക്ഷം കുറച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ വിയോഗം, പിന്നീട് നടന്ന ചരിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മളോട് പറയുകയും ചെയ്തു. ആ സാഹചര്യം ഇവിടെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. മാണി സി കാപ്പന് ഈ പാലായുടെ മണ്ണിൽ കൃത്യമായ ബന്ധമുള്ള നേതാവാണ്. മാത്രമല്ല UDF ഭാഗമായപ്പോൾ കൂടുതൽ ഒരു ജോസ് കെ മാണിയൊക്കെ അപ്പുറത്തേക്ക് പോയതിന്റെ ഒരു തങ്ങളെ വഞ്ചിച്ചു പോയി എന്നുള്ളൊരു വികാരം കൂടിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത് കൃത്യമായി നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. LDF ഭാഗമായി ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നപ്പോൾ അന്ന് LDF അവിടെ വർക്ക് ചെയ്ത രീതി തന്നെ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് വർക്ക് ചെയ്യിപ്പിക്കുന്ന അത്രയും പ്രാധാന്യത്തോടെ ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും അവിടെ മാണി സി കാപ്പന്റെ വിജയം ഉണ്ടാകുകയും ചെയ്യുന്നതൊക്കെ നമ്മുടെ ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായി കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തേണ്ട വസ്തുതയായി നിലനിൽക്കുകയാണ്. അപ്പോഴാണ് ഇപ്പോൾ പാലയിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജോസ് കെ മാണി എവിടെ മത്സരിക്കുമെന്ന ചോദ്യം ഉയർന്നു വരുന്നതും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം, ജോസ് കെ മാണി എന്ന് പറയുന്ന കേരള കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പാല അല്ലാതെ മറ്റൊരു മണ്ഡലം തെരഞ്ഞെടുക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം അങ്ങനെ തെരഞ്ഞെടുത്താൽ തന്നെ അത് ആ പാർട്ടിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും. രാഷ്ട്രീയമായ ചർച്ചകളിൽ തന്നെ ജോസ് കെ മാണി സുരക്ഷിതമായി മണ്ഡലം തേടിപ്പോയി എന്ന വാർത്തകൾ വരും. ആ വാർത്തകൾ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചോ KM മാണിയുടെ ഓർമ്മകളെ സംബന്ധിച്ചോ ജോസ് കെ മാണിയെ സംബന്ധിച്ചോ നല്ലതല്ല എന്ന് ഉറപ്പായി നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി ഇത്തരത്തിൽ പാലയിൽ തന്നെ മത്സരിക്കും. മാണി സി കാപ്പൻ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. BJPയുടെ സ്ഥാനാർത്ഥിയായി ഒരുപക്ഷെ ഒട്ടുമിക്ക എല്ലാ സാധ്യതകളും കണക്കാക്കുന്നത് ഷോൺ ജോർജ് അവിടെ മത്സരിക്കാനാണ്. ഇത്തരത്തിൽ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ പാല കേരളത്തിലെ തന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മണ്ഡലമായി സ്വാഭാവികമായും മാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും. കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തവണത്തെ പാലായിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ തിരിച്ചടികൾ പോലെയല്ല ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ഭാവി നിർണ്ണയിക്കപ്പെടേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് എന്ത് നിലനിൽപ്പാണുള്ളത്, അതിന്റെ പ്രസക്തി എന്താണ് എന്ന് ചോദ്യത്തിന് ആ മറുപടി നൽകേണ്ട ഉത്തരമാണ് ഇത്തവണ പാലായിൽ നടക്കം കേരള കോൺഗ്രസ് ഉണ്ടാക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ നേതാവിനെ തന്നെ വീണ്ടും പരാജയപ്പെടുന്ന ഒരു രീതി പാലായിൽ ഉണ്ടായാൽ അത് ഒരു പക്ഷേ പാലായുടെ ചരിത്രത്തിലെ കേരള കോൺഗ്രസിന്റെ വലിയ തിരിച്ചടികൾക്കൊന്നാകും. പിന്നീട് തിരിച്ചു വരാൻ പോലും ചിലപ്പോൾ കഴിയാതെ വരുമെന്ന വിലയിരുത്തൽ പോലും അവിടുത്തെ നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ പാലായിൽ ഒരു തിരിഞ്ഞുപോക്ക് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതത്ര എളുപ്പമാവില്ല. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെയും എല്ലാം കണക്കുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. പാലായിൽ മറ്റൊരു പേരില്ല, അത് ജോസ് കെ മാണിയാണ്. പക്ഷെ ആ കടമ്പ ചാടിക്കിടക്കുന്നത് ജോസ് കെ മാണിക്ക് അത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കടമ്പയാണ്. മണിമലയാറ്റിന്റെ ഒഴുക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇനി ഉണ്ടാവാൻ പോകുന്ന ഓരോ ഒഴുക്കിനും പാലായുടെ രാഷ്ട്രീയത്തിനോളം വലിപ്പമുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തീർച്ചയായും അജിത്തെ, ഞാനൊരു തിരുത്തൽ പറയാണ്. മണിമലയാറല്ല, മീനച്ചിലാറാണ് എന്റെ സ്ഥലമായതുകൊണ്ട് ഞാൻ പ്രത്യേകം തിരുത്തുന്നതാണ്. ഞാൻ വീണ്ടും വരാം അജിത്തെ. ഇപ്പോൾ ജോർജിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ശ്രീ ജോർജ് പൊടിവാറ, അതായത്
വലിയ നിർണായകത്വമുണ്ട് എന്ന് നമ്മൾ കൽപ്പിക്കുമ്പോൾ മുൻകാലങ്ങളിലൊക്കെ ജയിച്ചു വന്നപ്പോൾ അവിടെ കത്തോലിക്ക സഭ നൽകിയിരുന്ന ഒരു പിന്തുണയുണ്ടല്ലോ, അതായത് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ കെ എം മാണിക്ക് എല്ലാ കാലത്തും നൽകി പോന്നതാണ്. അത് ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസ് എമ്മിനും ഉണ്ടാകണമെന്ന് സഭ ഇത്തവണയും ആഗ്രഹിച്ചതാണ്. ഈ മുന്നണി മാറ്റ ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അത് കത്തോലിക്ക സഭ തന്നെ മുൻകൈയെടുത്ത് നടത്തി എന്നുള്ള തരത്തിലായിരുന്നല്ലോ കാര്യങ്ങൾ. പക്ഷേ ആ പ്രതീക്ഷകളൊന്നും നടന്നില്ല, കാര്യങ്ങൾ മറ്റൊന്നായി വന്നു. ഈ പിന്തുണയിലേക്ക് വരുമ്പോൾ കത്തോലിക്ക സഭയുടെ പിന്തുണ അതെങ്ങോട്ട് പോകും? അത് ജോസ് കെ മാണിക്കൊപ്പം നിൽക്കണമെന്നുള്ള മനസ്സുള്ളപ്പോൾ പോലും അത് LDF-നൊപ്പം നിൽക്കുമ്പോൾ എങ്ങനെ സഭ അക്കാര്യത്തിൽ പിന്തുണയ്ക്കും ജോസ് കെ മാണിയെ? ആ തരത്തിൽ കൂടി നോക്കുമ്പോൾ മാണി കാപ്പന് ഏതുവിധ അത് അനുകൂലമായി തീരും? സംഗീത, കേരള കോൺഗ്രസിന്റെ ചരിത്രം എടുത്താൽ കത്തോലിക്ക സഭ എല്ലാ കാലത്തും ഈ പറഞ്ഞ മധ്യ തിരുവിതാംകൂർ, പ്രത്യേകിച്ച് പാലായുടെ കൊള്ളക്കോട്ടയം പോലുള്ള ജില്ലകളിൽ, കോട്ടയം ഇടുക്കി ജില്ലകളിലൊക്കെ, അതുപോലെ ചങ്ങനാശ്ശേരി ആ മേഖലകളിലെല്ലാം ഈ 2-3 ഇടവകകൾ, ചങ്ങനാശ്ശേരി അതിരൂപതയും കാഞ്ഞിരപ്പള്ളി രൂപതയും പാലാ രൂപതയും കോതമംഗലം രൂപതയും ഒക്കെ എല്ലാ കാലത്തും കേരള കോൺഗ്രസുമായിട്ട് ചേർന്നു പോയ രൂപതകളാണ്. കത്തോലിക്ക വിശ്വാസികൾ, കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ ബലം കത്തോലിക്ക വിശ്വാസികളാണ്. അത് ചരിത്രപരമായി തന്നെ കേരള കോൺഗ്രസിൻ്റെ രൂപീകരണം മുതൽ തന്നെ ആ ഒരു ബന്ധം, ആ ഒരു ഇഴയടുപ്പം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. കത്തോലിക്ക സമുദായത്തിൻ്റെ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെയും സഭാവിശ്വാസികളുടെയും താല്പര്യങ്ങൾ, അവരിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യാനികളാണ്. താങ്കൾ നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ അതിൽ നല്ലൊരു പങ്കും റബ്ബർ കർഷകരാണ്. അപ്പോൾ റബ്ബർ കർഷകരുടെ വികാരങ്ങൾ ഏറ്റുവാങ്ങുന്നൊരു പാർട്ടി, സീറോ മലബാർ സഭയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ, അതുപോലെ തന്നെ സാമൂഹ്യ താല്പര്യങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിലുള്ള താല്പര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ എല്ലാ കാലത്തും ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് അവർക്കൊപ്പം ചേർന്ന് നിന്ന ഒരു പാരമ്പര്യമാണ് കേരള കോൺഗ്രസിൻ്റേത്. അതുകൊണ്ട് തന്നെ സഭ ആഗ്രഹിക്കുന്നത് വിമോചന സമരം വളരെ ശക്തമായി കടന്നുപോയ മേഖലകൾ എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന സീറോ മലബാർ വിശ്വാസികളുടെയും കത്തോലിക്ക സഭയുടെയും ഉള്ളിൽ ആ കാലത്തുണ്ടായ ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധം എന്ന് പറയുന്നത് എത്രയോ കാലമായിട്ട് അവരിപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുമുന്നണിയുടെ ഒപ്പം ചേർന്നാലും മാണി ഗ്രൂപ്പിലെ വിശ്വാസി അല്ലെങ്കിൽ മാണി ഗ്രൂപ്പിലെ വോട്ടർമാർക്ക്, അണികൾക്ക് ഇപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധം അവരുടെ DNA-യിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാച്ചുറൽ ചോയ്സ് എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്വാഭാവിക ആ ഒരു സെലക്ഷൻ അല്ലെങ്കിൽ സ്വാഭാവിക സഖ്യം എന്ന് പറയുന്നത് UDF എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ ഒരു കാരണത്താലാണ്. അപ്പോൾ ഇത് കത്തോലിക്ക സഭ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും ആഗ്രഹിച്ചത് UDF-ൻ്റെ ഭാഗമായി കേരള കോൺഗ്രസ് എം വരണം എന്ന് തന്നെയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ചില സൂചനകൾ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടി. അതിന് ആനുഷംഗികമായിട്ട് പറയട്ടെ, സത്യത്തിൽ UDF-ൽ കിട്ടുന്നതിനേക്കാൾ വലിയ പരിഗണന LDF-ൽ നിന്ന് കേരള കോൺഗ്രസ് എമ്മിന് കിട്ടി, ജോസ് കെ മാണിക്ക് കിട്ടി എന്നുള്ളൊരു വസ്തുതയാണ്. അവർ ചോദിക്കുന്നിടത്തോളം സീറ്റുകൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുത്തു. അതുപോലെ തന്നെ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും തീർച്ചയായിട്ടും അവർ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന, ചില ഘട്ടത്തിലെങ്കിലും CPI വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും അതെല്ലാം അവഗണിച്ച് അവർ മത്സരിച്ച സീറ്റുകൾ, കാനം രാജേന്ദ്രൻ ജയിച്ച സീറ്റുകൾ പോലും കേരള കോൺഗ്രസ് എമ്മിന് വിട്ടുകൊടുക്കുന്ന, വാഴൂർ പിന്നീട് കാഞ്ഞിരപ്പള്ളിയായി, ആ സീറ്റ് പോലും കേരള കോൺഗ്രസ് എമ്മിന് വിട്ടുകൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ നിർഭാഗ്യവശാൽ കേരള കോൺഗ്രസ് എമ്മിന് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ ഭാഗമായി നിന്ന് നേടിയ ആ ഉജ്ജ്വല വിജയം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ ഭാഗമായി നേടിയ വിജയം ഇക്കുറി ആവർത്തിക്കാൻ കഴിഞ്ഞില്ല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എന്നതൊരു സത്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സാധിച്ചില്ല. അപ്പോൾ തുടർച്ചയായി വലിയ 2 പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നു. ഏറ്റവും വലിയ തട്ടകമായ പാലായിൽ നഗരസഭ പോലും ചരിത്രത്തിൽ ആദ്യമായി കൈവിട്ടു. അതിനുശേഷം ആ പാലാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള പഞ്ചായത്തുകളിലും UDF-ന് വലിയ തിരിച്ചുവരവിന് സാധിച്ചു. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും UDF-ലേക്ക് പോകാൻ അല്ലെങ്കിൽ UDF-ലേക്ക് കൂടുന്നതാണ് നിലനിൽപ്പിന് നല്ലത്, ഭാവിക്ക് നല്ലത് എന്നുള്ളൊരു ചിന്താഗതി പാലായ്ക്കും കാഞ്ഞിരപ്പള്ളിക്കും ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കും എല്ലാം ഉണ്ടായി എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ സമർത്ഥമായ മറ്റൊരു നീക്കത്തിലൂടെ ശ്രീ പിണറായി വിജയനും ശ്രീ വാസവനും ഒക്കെ ചേർന്ന് റോഷി അഗസ്റ്റിനെ കൂടെ പിടിച്ചു നിർത്തിക്കൊണ്ട് ആ നീക്കം പൊളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഇനി ഒരു തിരിച്ചുവരവിന് സാധ്യതയില്ലാത്തവണ്ണം ഇടതുമുന്നണിയുടെ ഭാഗമായി തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ൻ്റെ ഭാഗമായി കേരള കോൺഗ്രസ് എം മത്സരിക്കും എന്ന കാര്യം ഏറെക്കുറെ തീർച്ചയായിട്ടും മീനച്ചിലാറിൻ്റെ കരയിൽ അരങ്ങേറാനിരിക്കുന്നത് വലിയൊരു പോരാട്ടം തന്നെയാണ്. ഒരുപക്ഷെ കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ മത്സരങ്ങളിൽ, പോരാട്ടങ്ങളിലൊന്ന് മീനച്ചിലാറിൻ്റെ കരയിൽ പാലായിൽ ക്ഷീരായ്, JKV-യുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്ഷീരായ് നഗരത്തിൽ നടക്കും എന്നത് ഒരു വസ്തുതയാണ്.
തീർച്ചയായും. ഒരിക്കൽ കൂടി അജിത്തിലേക്ക്. അജിത്ത്, ഇക്കാര്യത്തിൽ ഇപ്പോൾ മാണി സി കാപ്പൻ ജയിച്ചു വന്നാൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ഒരു മന്ത്രിയെ കിട്ടും വീണ്ടും പാലായ്ക്ക് എന്നുള്ള തരത്തിലൊക്കെ പ്രചരണങ്ങൾ നടക്കുന്ന സമയമാണ്. ഏതാണെങ്കിലും മാണി സി കാപ്പൻ അക്കാര്യത്തിൽ മറ്റൊരു പാലാ വിട്ടൊരു കളിയില്ല എന്നുള്ളത് ആദ്യം മുതലേ പറഞ്ഞ് അങ്ങനെ ആ ഒഴുക്കിനൊപ്പം പോകുന്നുമുണ്ട്. ഈ മാണി സി കാപ്പന് പലപ്പോഴും വോട്ടായി മാറുന്നത് ഈ കെ എം മാണിയുടെ കാലത്തിന് ശേഷം ഇങ്ങോട്ട് വരുമ്പോൾ ജോസ് കെ മാണിയുടെ തീരുമാനങ്ങളോടുള്ള പല വിയോജിപ്പുകളും ചില എതിർപ്പുകളും ഒക്കെ മാണി സി കാപ്പനോടുള്ള താല്പര്യം കൂടിയായിട്ട് ഈ രണ്ട് മുന്നണികൾക്കൊപ്പം നിന്നപ്പോഴും അനുകൂല ഘടകമായി മാറിയിട്ടുണ്ടല്ലോ. മാണി സി കാപ്പൻ ഒരു ഫുൾ ടേം MLA സ്ഥാനം വഹിച്ച ശേഷം വരുന്നൊരു തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിലാണ് മാണി സി കാപ്പനെ അവിടെയുള്ള ജനങ്ങൾ അടയാളപ്പെടുത്തുന്നത്? മാത്രമല്ല എങ്ങനെയാണ് അതിനെ കാണുന്നത്, ആ ഒരു പ്രവർത്തനത്തെ? മറ്റേതൊരു കുറച്ചു കാലഘട്ടം മാത്രമായിരുന്നല്ലോ ആദ്യത്തേത്. ഇതിപ്പോൾ വിലയിരുത്തൽ ഏത് തരത്തിലാണ് ഇപ്പോഴുള്ളത്? രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും സംഗീത ഉള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ നാച്ചുറൽ ചോയ്സ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസ് ഈ രണ്ട് കക്ഷികളുടെ ഒരു സ്വഭാവം, ആ സ്വഭാവം പരിശോധിക്കുമ്പോൾ ഒരു നാച്ചുറൽ ചോയ്സ് എന്താണ് എന്നുള്ള ചോദ്യം അവിടെ പ്രധാനമായും ഉയരുന്നുണ്ട്. അതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മാണി സി കാപ്പന് പ്രധാനമായ അനുകൂലമായ ഘടകമായി മാറിയത്. പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധം ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വലിയ തലമുറ പാലയിൽ അടക്കമുണ്ട്. അത് എങ്ങനെ വോട്ട് ചെയ്യും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് എന്താണ് പാലായിലെ ജനങ്ങളുടെ നാച്ചുറൽ ചോയ്സ്. അവര് സ്വാഭാവികമായും ഇത്തരത്തിൽ കേരള കോൺഗ്രസ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർ LDFിനൊപ്പം കേരള കോൺഗ്രസ് നിൽക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും പെരുമാറുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം കൂടിയാണ്. LDFിനൊപ്പം നിന്ന് ഇത്രയും കാലം കൊണ്ട് അവരുടെ കൃത്യമായ പാർട്ടി പ്രവർത്തകരെയും അനുഭാവികളെയും അവരുടെ നാച്ചുറൽ ചോയ്സ് മാറ്റിക്കൊണ്ട് LDFിന് വോട്ട് ചെയ്യാൻ കഴിയുന്ന മനോഭാവത്തിലേക്ക് പൂർണ്ണമായും എത്തിക്കാൻ കഴിഞ്ഞോ എന്ന പ്രധാനപ്പെട്ട ഒന്നാമത്തെ ചോദ്യമാണ് കേരള കോൺഗ്രസിന് മുമ്പിലുള്ളത്. ആ കേരള കോൺഗ്രസ് അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്ന് കണ്ടറിയേണ്ട തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ടാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാവുന്നത്. രണ്ട്, മാണി സി കാപ്പൻ നേരത്തെ മത്സരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു കെ എം മാണിയോടക്കം ഈ ലീഡ് കുറച്ച് കൊണ്ടുവരുന്ന സാഹചര്യം പറഞ്ഞു. പക്ഷേ ഇത്തവണ ഒരു പ്രത്യേകതയുള്ളത്, അദ്ദേഹം MLA ആയി മത്സരിച്ചതിന് ശേഷം അദ്ദേഹം MLA എന്ന നിലയിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്ന വിലയിരുത്തൽ കൂടി ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പാണ്. അത് സ്വാഭാവികമായും ഓരോ മണ്ഡലത്തിലും അത്തരത്തിലുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള വോട്ടുകൾ കൂടി ഉണ്ടാകും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഘടകങ്ങൾ, മാണി സി കാപ്പൻ ആസാൻ MLA എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ള പാലായിലെ ജനങ്ങളുടെ വിലയിരുത്തൽ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ്. സ്വാഭാവികമായും അതിൽ വിമർശനങ്ങൾ അടക്കമുള്ളവരുണ്ട്. ആ വിമർശനങ്ങൾ പ്രതിഫലിക്കുകയാണെങ്കിൽ അത് LDFിന് സ്വാഭാവികമായും ഗുണകരമാണ്. നേരത്തെ അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു അനുകമ്പയാണ് എപ്പോഴും ഉണ്ടാകുന്നത്. നിരന്തരം പരാജയപ്പെടുന്ന ഒരാൾ, അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത്തവണ വോട്ട് ചെയ്യാമെന്നൊരു അനുകമ്പ അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇത്തവണ അദ്ദേഹം ഒരു മുഴുവൻ ടൈം MLA ആയി മത്സരിച്ചു. ആ മത്സരിച്ച് വിജയിച്ച് അദ്ദേഹം സ്വാഭാവികമായും ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന അനുകമ്പയുടെ വികാരം ഇപ്പോൾ ഉണ്ടാവില്ല. മറിച്ച് അദ്ദേഹത്തിന് MLA എന്ന നിലയിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്ന വിലയിരുത്തലാകും ഉണ്ടാകുക. ആ വിലയിരുത്തൽ എങ്ങനെയാകും എന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ്. അജിത്തെ, ഒരു സംശയം, ആ വിലയിരുത്തലുകൾ നടക്കുമ്പോൾ തന്നെ BJPയുടെ കാര്യം കൂടി അഡ്രസ് ചെയ്യാൻ പോകാതെ പറ്റില്ലല്ലോ. അവിടെ ഷോൺ ജോർജ് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള തരത്തിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഷോൺ അവിടെ എത്തുകയാണെങ്കിൽ അവിടെ ഒരു സമവാക്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം, എത്രത്തോളം വോട്ട് ഷോണിന് അവിടെ പിടിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടി അവിടെ വരുന്നുണ്ടല്ലോ. അതായത് മുൻപ് 2016 എൻഹരി അവിടെ ഒരു 25,000-ഓളം വോട്ട് നേടി BJPയുടെ ഒരു വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയത് ഒരു ചരിത്രം മാത്രമാണ് അവിടെ പാലായ്ക്ക് ആ തരത്തിലുള്ളത്. ഷോൺ ആ തരത്തിലേക്ക് വരികയാണെങ്കിൽ BJP കൂടി ഏത് തരത്തിൽ ആ കാര്യങ്ങൾ മൂവ് ചെയ്യും എന്നുള്ളത് ഒന്ന് വേഗം പറയാമോ? സംഗീത, ഷോൺ ജോർജ് അവിടെ മത്സരിക്കുകയാണെങ്കിൽ BJPക്ക് അവിടെ അഭിമാനകരമായി കൃത്യമായി അവരുടെ ഒരു വോട്ട് ഉയർത്തേണ്ട പശ്ചാത്തലം ഉണ്ടാകും. അവിടെ വിജയിക്കാൻ കഴിയില്ലെങ്കിലും കൃത്യമായി അവരുടെ ഒരു വോട്ട് ഒരു മാന്യമായ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ട് വന്നില്ലെങ്കിൽ അത് ഷോൺ ജോർജിന് നാണക്കേട് ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് സംഘടനാ സംവിധാനം അടക്കം ഉപയോഗിച്ചുകൊണ്ട് അവിടെ വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തും. മാത്രമല്ല സഭാ തലത്തിൽ നിന്ന് ഷോൺ ജോർജിന് അനുകൂലമായ വോട്ട് ലഭിക്കുമെന്നുൾപ്പെടെയുള്ള വിലയിരുത്തൽ BJPയുടെ പ്രാദേശിക നേതാക്കൾക്ക് ഇപ്പോൾ തന്നെയുണ്ട്. മാത്രമല്ല അത്തരം ഒരു വിലയിരുത്തൽ ജില്ലാ നേതാക്കളും അടക്കം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രതിഫലിക്കും, എത്ര വോട്ട് പിടിക്കും എന്നുള്ളത് ആർക്കാണ് ദോഷം ചെയ്യുക? അത് LDFിനെയാണോ ബാധിക്കുന്നത്, UDFിനെയാണോ ബാധിക്കുക എന്നത് തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാണ്. കാരണം അങ്ങനെ വോട്ട് പിടിച്ചാൽ ആരുടെ വോട്ടായിരിക്കും ഷോൺ ജോർജ് പിടിച്ചെടുക്കുക, NDA പിടിച്ചെടുക്കുക എന്നത് ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാകും. ഇത്തവണയും കഴിഞ്ഞ തവണത്തെ പോലെ ഒരു വലിയ ഭൂരിപക്ഷമായിരിക്കില്ല പാലയിൽ ഉണ്ടാകുക. അങ്ങനെയാണെങ്കിൽ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് ഉണ്ടാകുമ്പോൾ അതിൽ ഷോൺ ജോർജ് പിടിക്കുന്ന വോട്ട് തെരഞ്ഞെടുപ്പിന്റെ ഭാവിയെ തന്നെ, അതിന്റെ റിസൾട്ടിനെ തന്നെ നിർണ്ണയിക്കുന്ന ഘടകമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായും. അപ്പോൾ പാല എല്ലാം കൊണ്ടും ഒരു പ്രവചനാതീതമായി
പോകുന്ന അല്ലെങ്കിൽ മാറുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. നമുക്ക് ഇനി വേഗം പോകേണ്ടത് പാലായിൽ നിന്ന് പൂഞ്ഞാറ്റിലേക്കാണ്. കേരള കോൺഗ്രസിന് ശക്തമായ വേരുള്ള മണ്ഡലമാണ് പൂഞ്ഞാർ. 10ലേറെ തെരഞ്ഞെടുപ്പുകളിലും ജയിച്ചു കയറിയത് കേരള കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചവരാണ്. അതിൽ തന്നെ 7 വട്ടവും PC ജോർജാണ് നിയമസഭയിലെത്തിയത്. 2016 സ്വതന്ത്രനായി മത്സരിച്ചപ്പോഴും ജയം അദ്ദേഹത്തിനൊപ്പമായിരുന്നു. 2021 പക്ഷേ കേരള കോൺഗ്രസ് എമ്മിന്റെ സെബാസ്റ്റ്യൻ കുളത്തിങ്കലിനോട് കാലിടറി. നിലവിൽ BJPക്കൊപ്പമുള്ള PC ജോർജിനെ മണ്ഡലം പിടിക്കാൻ കളത്തിലിറക്കിയാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇക്കുറിയും ത്രികോണ മത്സരത്തിനാകും കളമൊരുങ്ങുക. കോൺഗ്രസിനും മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനമുണ്ട്. നമുക്ക് പോകാം 2021ലേക്ക് പോകുമ്പോൾ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, അവിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 58,668 വോട്ടുകളാണ്. 41.94% PC ജോർജ് 2ാം സ്ഥാനത്താണ് വന്നത്. അദ്ദേഹം അന്ന് ജനപക്ഷം സ്ഥാനാർത്ഥിയായിരുന്നു. 41,851 വോട്ടുകളാണ് നേടിയത്. 29.92% ടോമി കല്ലാനി കോൺഗ്രസ് സ്ഥാനാർത്ഥി. 34,633 വോട്ടുകൾ നേടാൻ കഴിഞ്ഞു. 24.76% അത്. ഭൂരിപക്ഷമായിട്ട് വന്നത് 16,817 എന്നുള്ളതായിരുന്നു കണക്ക്. ഇനി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആന്റോ ആന്റണിക്ക് ലഭിച്ചത് 51,932 വോട്ടുകൾ, 42.89%. തോമസ് ഐസക് 2ാം സ്ഥാനത്ത് വരുമ്പോൾ 39,322 വോട്ടുകൾ, 32.47%. അനിൽ കെ ആന്റണിക്ക് ലഭിച്ചത്, BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 27,053 വോട്ടുകൾ, 22.34%. ലീഡ് 12,610 വോട്ടുകളുടേതായിരുന്നു. ഇനി 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി UDFിനൊപ്പമാണ്. അവിടുത്തെ കക്ഷിനില UDFന് 8, LDFന് 7, മറ്റുള്ളവർക്ക് 14 എന്നുള്ളതായിരുന്നു. 2020ലും UDFിനൊപ്പം തന്നെയായിരുന്നു മുനിസിപ്പാലിറ്റി. ഇനി പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ UDFന് 5, LDFന് 3, NDAക്ക് 1 എന്നുള്ളതാണ് പഞ്ചായത്തുകളുടെ നില. പൂഞ്ഞാർ UDFിനൊപ്പം നിൽക്കുമ്പോൾ പൂഞ്ഞാർ തെക്കേക്കര NDAക്കൊപ്പം നിൽക്കുന്നു. തീക്കോയി LDFിനൊപ്പം, തിടനാട്, എരുമേലി, കൂട്ടിക്കൽ, മുണ്ടക്കയം എന്നീ പഞ്ചായത്തുകൾ UDFിനൊപ്പം, കോരത്തോട്, പാറത്തോട് എന്നീ പഞ്ചായത്തുകൾ LDFിനൊപ്പവുമാണ് നിൽക്കുന്നത്. ഇതാണ് പൂഞ്ഞാറ്റിലെ നിലവിലത്തെ സാഹചര്യം. ശ്രീ ജോർജ്, പൂഞ്ഞാറ്റിലെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ശക്തമായ ത്രികോണ പോരിനുള്ള എല്ലാ സാധ്യതകളും മുൻപ് കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നു. ഇത്തവണയും അങ്ങനെ തന്നെയാണ് സാഹചര്യങ്ങൾ. കേരള കോൺഗ്രസ് പോര്, അതിനൊപ്പം എല്ലാ കാലത്തും പൂഞ്ഞാറുകാരുടെ ഒരു ക്രൗഡ് പുള്ളറായി മാറിയിട്ടുള്ള PC ജോർജ് BJPക്കൊപ്പം ചേർന്നിട്ടുള്ള ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടി വരുന്നു. ഏത് തരത്തിൽ പൂഞ്ഞാറ്റിലെ ചിത്രം മാറും? ത്രികോണ മത്സരം തന്നെ ഉണ്ടാകുമ്പോഴും മുമ്പുണ്ടായിരുന്ന സമവാക്യങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെടുമല്ലോ കാര്യങ്ങൾ. പൂഞ്ഞാറിനെ സംബന്ധിച്ചിടത്തോളം, പൂഞ്ഞാർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിൽ ഓടിയെത്തുന്ന പേര് ശ്രീ PC ജോർജിൻ്റെ പേരാണ്. പൂഞ്ഞാർ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം പരിഗണിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ആ മേഖല എന്ന് പറയുന്നത് ഈ പറയുന്ന കോട്ടയത്തിൻ്റെ ഏറ്റവും കിഴക്കൻ മേഖലയാണ്. ഈരാറ്റുപേട്ട ഉൾപ്പെടുന്നൊരു മേഖല. കോട്ടയത്തിൻ്റെ മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ മുസ്ലിം സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഈ പൂഞ്ഞാർ എന്ന് പറയുന്ന മണ്ഡലം. ഈരാറ്റുപേട്ട നഗരം എന്ന് പറയുന്നത്, ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ഏതാണ്ട് മെജോറിറ്റി മുസ്ലിം സമുദായം. പക്ഷേ അത് പരമ്പരാഗത ലീഗിൻ്റെ ശക്തി കേന്ദ്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് വേറൊരു ഉത്തരം. അവിടുത്തെ മുസ്ലിങ്ങളുടെ ഒരു താല്പര്യം കുറച്ചുകൂടി ഈ പറഞ്ഞ കുറച്ചുകൂടി ഒരു എക്സ്ട്രീം നിലപാടെടുക്കുന്ന മുസ്ലിങ്ങളാണ്. മുസ്ലിം ലീഗിന് സാന്നിധ്യമുണ്ട്, പക്ഷേ മുസ്ലിം ലീഗ് ഇതര സംഘടനകൾക്കും അവിടെ വലിയ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് വസ്തുത. അവരാണ് ഈരാറ്റുപേട്ടയിൽ ആര് ഭരിക്കണം അല്ലെങ്കിൽ ആര് ജയിക്കണം, ആ നഗരസഭയിൽ ആരായിരിക്കണം ഭരണാധികാരികൾ എന്ന് തീരുമാനിക്കുന്നത് എത്രയോ കാലമായി. PC ജോർജ് വളരെ ഒരുപാട് കാലമായിട്ട് ഈ പൂഞ്ഞാറിൽ വിജയം ആവർത്തിച്ചതിൻ്റെ പിന്നിൽ അവരുമായിട്ട് ആ മുസ്ലിം സമൂഹവുമായി അവിടുത്തെ ലീഗെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കക്ഷി SDPI എന്നോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടെന്നോ, ഞാൻ ആ രീതിയിൽ എല്ലാ കൂട്ടരുമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ മുസ്ലിം സമുദായത്തിൻ്റെ ആ ഒരു ഊറ്റമായ പിന്തുണയായിരുന്നു ഈ PC ജോർജ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ശക്തി. കേരള കോൺഗ്രസ്സുകാരനായി നിൽക്കുമ്പോൾ പോലും അദ്ദേഹം ഏറ്റവും ഊഷ്മളമായ ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്നത് അവിടുത്തെ മുസ്ലിം സമുദായമായിട്ടാണ്. അതുകൊണ്ട് ആ മുസ്ലിം സമുദായം എല്ലാ കാലത്തും ജോർജിന് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുകയായിരുന്നു.
സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു 90% മുസ്ലിം വോട്ടുകളും ഈ PC ജോർജ് എന്ന് പറയുന്ന അവരുടെ കരുത്തനായ നേതാവ്, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവർക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ആ നേതാവിനോടൊപ്പമായിരുന്നു അവരുടെ മനസ്സും അവരുടെ ഹൃദയവും. അതുകൊണ്ട് തന്നെ എന്നും PC ജോർജ് അവരുടെ ഒരു ശക്തിയും പ്രചോദനവും അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസമായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി നമ്മളെയൊക്കെ രാഷ്ട്രീയ നിരീക്ഷകരെ തീർത്തും അമ്പരപ്പിച്ചുകൊണ്ട് PC ജോർജ് എന്ന് പറയുന്ന നേതാവ് ഈ പറയുന്ന മുസ്ലിം സമുദായം വിട്ട് കാവിയുടെ പിന്നാലെ അല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ടയിലേക്ക് പതുക്കെ പോകുന്നൊരു കാഴ്ച. എന്തുകൊണ്ടത് സംഭവിച്ചു, എങ്ങനെ ഇത് സംഭവിച്ചു, എന്തിന് അത് സംഭവിച്ചു എന്നതൊരു വലിയ ചോദ്യമാണ്, ഉത്തരമില്ലാത്തൊരു സമസ്യയാണ്. PC ജോർജ് എന്തുകൊണ്ട് അദ്ദേഹത്തിന് എക്കാലത്തും അതിശക്തമായ പിന്തുണ നൽകിയ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ്സായിരുന്ന ആ ഒരു സമുദായത്തെ വിട്ട് എന്തുകൊണ്ട് അദ്ദേഹം അവരുടെ വിരോധികളായ അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്ത കാവിയിലേക്ക് അല്ലെങ്കിൽ BJP-യിലേക്ക് പോയി എന്ന ചോദ്യത്തിന് ഇപ്പോഴും എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. എന്തിനാണ് അദ്ദേഹം അത്തരമൊരു തീരുമാനമെടുത്തത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു തീരുമാനമെടുത്തു, അതിന് PC ജോർജിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. ആ വിലയാണ് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ എന്ന് പറയുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെ 2ാം സ്ഥാനത്തെത്താൻ NDA സ്ഥാനാർത്ഥിയായ PC ജോർജിന് സാധിച്ചു. 40,000-ത്തിലധികം വോട്ടുകൾ പിടിക്കാൻ കഴിഞ്ഞു. ആ പടയോട്ടത്തിൽ 40,000 വോട്ടുകൾ PC ജോർജ് എന്ന് പറയുന്ന NDA സ്ഥാനാർത്ഥി പിടിച്ചപ്പോൾ DCC പ്രസിഡന്റ് കൂടിയായിരുന്ന ടോമി കല്ലാനി എന്ന് പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ച കണ്ടു. കേരള കോൺഗ്രസ് ജോസഫിൻ്റെയൊക്കെ പിന്തുണ ഉണ്ടായിട്ട് പോലും കേരള കോൺഗ്രസിൻ്റെ എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി ഇടതുമുന്നണി ബാനറിൽ മത്സരിച്ച സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ മികച്ച മാർജിനിൽ ജയിച്ചു കയറുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇക്കുറിയും ഒരു ചെറിയ എന്താ പറയുക സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. PC ജോർജ് വീണ്ടും ഒരിക്കൽ കൂടി ഈ പറഞ്ഞ പൂഞ്ഞാറിൽ മത്സരിക്കുമോ എന്നൊരു ചോദ്യം. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന കാര്യം PC ജോർജ് തന്നെ പൂഞ്ഞാറിൽ മത്സരിക്കും, ഷോൺ ജോർജ് പാലായിലേക്ക് മാറും എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഷോൺ ജോർജ് മത്സരിക്കുമോ എന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതല്ല, ഷോൺ ജോർജ് പാലായിലേക്ക് മാറുന്നു, PC ജോർജ് തന്നെ ഈ പറഞ്ഞ പൂഞ്ഞാറിൽ മത്സരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട കാഴ്ച ഈ ഈരാറ്റുപേട്ട നഗരസഭയിൽ ഈ LDF-നും UDF-നും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ മറ്റു ചിലരുടെ പിന്തുണയോടെ UDF ആണ് ഇപ്പോൾ ഈരാറ്റുപേട്ട നഗരസഭ ഭരിക്കുന്നത്. അതിൻ്റെ കാരണം മറ്റ് മുസ്ലിം സംഘടനയിൽപ്പെട്ട ആളുകളൊക്കെ UDF-നെ പിന്തുണച്ചു എന്നതുകൊണ്ടുകൂടിയാണ്. പക്ഷേ പഞ്ചായത്തുകളിൽ ഏതാണ്ട് ഒപ്പത്തിനൊപ്പമാണ്, എങ്കിലും കൂടുതൽ പഞ്ചായത്തുകൾ UDF-ന് തന്നെയാണ്. ഈ പറഞ്ഞ പൂഞ്ഞാറിൻ്റെ ഒരു സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ തീക്കോയി അടക്കമുള്ള ആ മേഖലകൾ പല പഞ്ചായത്തുകളും വലിയ രീതിയിൽ ഈ പറഞ്ഞ എന്താ പറയുക കുടിയേറ്റക്കാരുടെ, അതായത് കോട്ടയം ജില്ലയിലെ ഏറ്റവും സാഹസികരായ കർഷകർ അധിവസിക്കുന്ന ഒരു മേഖലയാണ് അവിടെ. ഈ എലിക്കുളം ആയാലും ശരി, തീക്കോയി ആയാലും ശരി, അവിടെയൊക്കെ ഈ പറയുന്ന പ്രാതികൂല്യങ്ങളോട് മല്ലിട്ട് പ്രകൃതിയോട് പടവെട്ടി റബ്ബർ കൃഷി ചെയ്ത് നല്ല ജീവിതം കെട്ടിപ്പടുത്ത മനുഷ്യരുടെ കഥയാണ് ഈ പറഞ്ഞ പഞ്ചായത്തുകളിലുള്ളത്. സത്യം പറഞ്ഞാൽ വളരെ സാഹസികരായ, ഏത് സാഹചര്യത്തോടും പ്രകൃതിയോടും കാട്ടുമൃഗങ്ങളോടും ഒക്കെ മല്ലടിക്കുന്ന അവർക്ക് എല്ലാ കാലത്തും കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൽ സാഹസികതയോടുള്ള ഒരു ആഭിമുഖ്യമുണ്ട്. ആരടാ നീയെ പോരിന് വാടാ എന്ന് പറയുന്ന, എന്തിനോടും നെഞ്ചു വിരിച്ചു നിന്ന് നീ വാടാ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആരെങ്കിലും വെല്ലുവിളിച്ചാൽ പോലീസ് സ്റ്റേഷനിലായാലും അതുപോലെ തന്നെ ഏത് അധികാര സ്ഥാനത്തും കയറി നിന്ന് നെഞ്ചു വിരിച്ചുകൊണ്ട് പോരടിക്കുന്ന അല്ലെങ്കിൽ എന്തിനേയും ചോദ്യം ചെയ്യുന്ന PC ജോർജ് എന്ന് പറയുന്ന ആ പോരാളിയുടെ മനസ്സിനെയും ആ ചങ്കൂറ്റത്തെയും നെഞ്ചേറ്റിയവരാണ് ഈ പ്രദേശങ്ങളിലെ മനുഷ്യർ. അവരുടെ മനസ്സിൽ PC ജോർജ് എന്ന് പറയുന്നത് അവരുടെ ഒരു ആരാധനാ വിഗ്രഹമായിരുന്നു. തീർച്ചയായും 2016-ൽ 27,000-ൽ പരം വോട്ടുകളാണ് അദ്ദേഹം സ്വതന്ത്രനായി നിന്നുകൊണ്ട് സമ്പാദിച്ചത്. അന്ന് പൂഞ്ഞാർ ആശാൻ എന്ന് പറഞ്ഞ് എത്രമാത്രം വലിയ പ്രചാരണങ്ങളൊക്കെ കണ്ട സ്ഥലമാണ് പൂഞ്ഞാർ. അദ്ദേഹമാണ് ഇപ്പോൾ BJP-ക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇങ്ങനെയൊരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഏത് രീതിയിൽ അത് മാറുമെന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ട സാഹചര്യം വരുന്നത്. അജിത്തിലേക്കും കൂടി പോവുകയാണ്. അജിത്ത്, ഇവിടെ ഇപ്പോൾ നമ്മൾ UDF-ന്റെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ അവർക്ക് അവിടെ ഒരു നേരിയ എഡ്ജ് മാത്രമാണ് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണ് അവരുടെ ഒരു ആത്മവിശ്വാസം ഉള്ളത്? ഇപ്പോൾ നമ്മൾ PC ജോർജിന്റെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. അദ്ദേഹം പിടിക്കുന്ന വോട്ടുകൾ എന്നുള്ളത് അവിടെ വലിയ നിർണായകത്വം തന്നെയാണ്. കഴിഞ്ഞ തവണയും അങ്ങനെ തന്നെയായിരുന്നു, ഇത്തവണയും. പക്ഷേ അതിലേത് രീതിക്ക് മാറ്റം വരും എന്നുള്ളത്, കാരണം ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനവും അദ്ദേഹത്തിന്റെ പലവിധ പരാമർശങ്ങളും അദ്ദേഹത്തിന്റെ വിവാദകരമായിട്ടുള്ള പ്രസ്താവനകളും അങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. BJP-ക്കൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ആ നിൽപ്പ്, ഇത്തരം എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിന് കുറവുണ്ടാകുമോ വോട്ടിൽ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അത് UDF-ന് അനുകൂലമായി വരുമോ എന്നുള്ളത്, അങ്ങനെ ആ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏത് വിധേന മാറാനാണ് സാധ്യത?
സംഗീത 2016 പോപ്പുലർ ഫ്രണ്ടിന്റെ സമ്മേളന വേദിയിൽ PC ജോർജ് എത്തിക്കൊണ്ട് പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട പ്രസ്താവനയായിരുന്നു. അന്ന് ചർച്ച ചെയ്തൊരു പ്രസ്താവനയായിരുന്നു. അതിങ്ങനെയായിരുന്നു: നരേന്ദ്രമോദി സംഘപരിവാർ സംഘടനകളെ പരിപോഷിക്കാൻ വേണ്ടി ദളിതരെയും മതന്യൂനപക്ഷങ്ങളെയും ഇത്തരത്തിൽ സംരക്ഷിക്കാത്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ സ്വീകരിച്ചാൽ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ പ്രതിരോധത്തിന്റെ രാഷ്ട്രീയം രാജ്യത്ത് ഉയർന്നു വരുമെന്ന് 2016 അദ്ദേഹം പറഞ്ഞതാണ്. 2016 വരെ PC ജോർജിന്റെ നിലപാട് അതായിരുന്നു. PC ജോർജ് ഈ പൂഞ്ഞാറുകാരുടെ പ്രധാനമന്ത്രിയായിരുന്നു. അങ്ങനെ ഒരു ചൊല്ല് തന്നെ ഉണ്ടായിരുന്നു, പൂഞ്ഞാറുകാരുടെ പ്രധാനമന്ത്രി. അതെന്ന് പറഞ്ഞാൽ തീവ്രമായ പ്രാദേശിക വികാരം PC ജോർജിന് അനുകൂലമായിരുന്നു. അത് ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് മാത്രമല്ല, മറ്റ് സമുദായിക സംഘടനകൾ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും PC ജോർജിന് അത്തരത്തിൽ ഒരു പ്രാദേശിക വികാരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വലിയ പിന്തുണ ഉണ്ടായിരുന്നു. ആ പിന്തുണ തന്നെയാണ് PC ജോർജിനെ 2016 തെരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കുമ്പോൾ പോലും വിജയിപ്പിക്കുന്ന നിലയിലേക്ക്, മുന്നണികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിജയിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. 2021 ആകുമ്പോൾ ആ പിന്തുണ വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അദ്ദേഹം അതിനുശേഷം നടത്തിയ പ്രസ്താവനകളാണ്. നമുക്കറിയാം, അദ്ദേഹം നടത്തിയ പ്രസ്താവനകളുടെ വലിപ്പം ഒരുപക്ഷെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും പറയത്തത്രയും തരത്തിലുള്ള വിദ്വേഷകരമായ പ്രസ്താവനകൾ. ഈ മീനച്ചിൽ താലൂക്കിൽ മാത്രം 400-ലധികം അടുത്ത് യുവതികൾ ലവ് ജിഹാദിന് വിധേയമായിട്ടുണ്ടെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന. അങ്ങനെ നിരന്തരം മതന്യൂനപക്ഷങ്ങൾക്കെതിരായ അധിക്ഷേപകരമായ ഒരു രാഷ്ട്രീയ നേതാവും പറയാത്ത തരത്തിലുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു, ഇപ്പോഴും ഉണ്ടാകുന്നു. അദ്ദേഹം ഇത്തരത്തിൽ SDPക്ക് പരസ്യമായ പിന്തുണ ഒരു ഘട്ടത്തിൽ തനിക്ക് SDP ഒരു വർഗീയ പാർട്ടിയായി താൻ കരുതുന്നില്ല എന്ന് പറഞ്ഞ ആളാണ്. അത്തരം നിലപാടുകൾ സ്വീകരിച്ച PC ജോർജിന്റെ ഈ മാറ്റം അത് രാഷ്ട്രീയ കേരളത്തിൽ തന്നെ നമുക്കത് പ്രത്യേകിച്ച് വായിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് രാഷ്ട്രീയമായ അദ്ദേഹത്തിന് ഗുണമല്ല, വലിയ തിരിച്ചടികളാണ് ഉണ്ടായത്. പിന്നീട് സഭയുടെ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടി സഭയോട് ചേർന്ന് നിൽക്കുന്ന ഒരാളെന്ന നിലയിലുള്ള പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും ഉണ്ടാകുന്നത്. മാത്രമല്ല, ഈ ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന നിലയിൽ ഉണ്ടാക്കാൻ വേണ്ടിയും അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം പ്രസ്താവനകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ BJPയുടെ ഭാഗമായി അദ്ദേഹം ചേർന്ന് കഴിഞ്ഞു. സംഗീത നേരത്തെ ഈ കണക്കുകൾ പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു കാര്യം കൂടിയുണ്ട്. അതായത് BJP ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, PC ജോർജ് തങ്ങളുടെ ഭാഗമായി നിൽക്കുമ്പോൾ തങ്ങളുടെ വോട്ടുകൾ കൂടി ചേരുമ്പോൾ ഈ തവണ അവിടെ വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് BJP ക്യാമ്പുകളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. പക്ഷെ അത്തരത്തിലുള്ള ആ കണക്ക് തന്നെ അതിലൊരു ചെറിയ പ്രശ്നമുള്ളത്, 2021 തെരഞ്ഞെടുപ്പിൽ VDJSന്റെ സ്ഥാനാർത്ഥി, അവിടെ VDJSന്റെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 2965 വോട്ടുകളാണ്. അതാ എന്റെ ഓർമ്മ എങ്ങനെയാണ്, 2965 വോട്ടുകൾ, അത്തരത്തിലുള്ള 3000-ന് താഴെ വോട്ടുകളാണ് VDJSന് ലഭിക്കുന്ന പശ്ചാത്തലം ഉണ്ടായത്. ആ വോട്ടുകൾ എന്ന് പറയുന്നത് അന്നത്തെ സമയത്ത് അവിടെ BJPക്ക് ഉണ്ടായിരുന്ന മുഴുവൻ വോട്ടുകളും PC ജോർജിന് പോൾ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അത് PC ജോർജ് അപ്പോൾ തന്നെ നേടിയെടുത്ത ഒരു ബന്ധമായിരുന്നു. BJPയുമായി നിരന്തരം പ്രസ്താവനകൾ നടത്തി BJPയുടെ വോട്ടുകൾ തനിക്ക് അനുകൂലമാക്കാൻ PC ജോർജിന് അതിലൂടെ തന്നെ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ BJPയുടെ ഭാഗമാകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പുതിയ വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് നമുക്ക് രാഷ്ട്രീയമായി വിലയിരുത്താൻ കഴിയില്ല. പക്ഷേ അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സ്വാധീനം എത്രത്തോളം നിലനിർത്തി എന്ന് നിർണ്ണയിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും. മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് നേരത്തെ സംഗീത സൂചിപ്പിച്ച പോലെ അഭിമാനകരമായ ഒരു തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തായിരുന്നു. അവിടെ നിന്ന് നില മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ അത് നിർണായകമാകും. പക്ഷേ ഒറ്റ കാര്യം കൂടി സംഗീത പറയേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത്, ഇതുവരെ അവിടെ ആ സീറ്റിൽ ആരാണ് മത്സരിക്കുന്നത് എന്ന തീരുമാനത്തിലേക്ക് എത്താൻ UDFന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ ഈ 3 സീറ്റുകളുമായി ബന്ധപ്പെട്ട് ജോസഫ് വിഭാഗവുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചകൾ പൂർത്തിയായെങ്കിൽ മാത്രമാണ് അവിടെ ആരാണ് മത്സരിക്കുന്നതെങ്കിലും ഉള്ള തീരുമാനത്തിലേക്ക് UDFന് എത്താൻ കഴിയൂ, കോൺഗ്രസിന് എത്താൻ കഴിയൂ എന്നുള്ളൊരു പരിമിതി കൂടി ഇപ്പോൾ അവർ നേരിടുന്നു. തീർച്ചയായും അജിത്ത്, അങ്ങനെ ആ ചിത്രം കൂടി വ്യക്തമാകുമ്പോൾ അല്പം കൂടി ഉദ്വേഗമുണ്ടാകും. പൂഞ്ഞാറ്റിൽ നിന്നും പിന്നെ പാലായിൽ നിന്നും. ഇനി ഏറ്റുമാനൂർ 1957 മുതലുള്ള ആദ്യ 2 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ ജയിപ്പിച്ച ചരിത്രം ഏറ്റുമാനൂരുണ്ടെങ്കിലും മണ്ഡലത്തിന്റെ MLA-മാരുടെ പട്ടികയിൽ കൂടുതൽ ജയം CPM-നും കേരള കോൺഗ്രസ് M-നുമാണ്. ഇരു പാർട്ടികളും നിലവിൽ LDFന്റെ ഭാഗമാണ് എന്നതുകൂടി കണക്കിലെടുക്കുമ്പോൾ UDFന് മത്സരം അത്ര എളുപ്പമാവില്ല. ഏറ്റുമാനൂരിൽ കഴിഞ്ഞ 15 വർഷമായി CPM-ആണ് മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്നത്. മന്ത്രി VN വാസവൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലമായതിനാൽ തന്നെ ഇക്കുറിയും ജയത്തിൽ കുറഞ്ഞതൊന്നും LDFന്റെ സ്വപ്നത്തിലില്ല. എതിർചേരിയിൽ ഈ സീറ്റും കേരള കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള സാധ്യത തള്ളാനാകില്ല. ആദ്യം പോകാം നമുക്ക് പഴയ കണക്കുകളിലേക്ക്. 2021 പോകുമ്പോൾ VN വാസവൻ ജയിക്കുമ്പോൾ 58,289 വോട്ടുകൾ, 46.2% പ്രിൻസ് ലൂക്കോസ് 2ാം സ്ഥാനത്ത് വരുമ്പോൾ 43,986 വോട്ടുകൾ നേടി 34.2
8.6%. മൂന്നാം സ്ഥാനത്ത് TN ഹരികുമാർ എത്തുമ്പോൾ 13,746 വോട്ടുകൾ, 10.9%. ഭൂരിപക്ഷം 14,303 എന്നുള്ളതായിരുന്നു കണക്ക്. ഇനി 2024 അതിവേഗം പോകാം. കെ ഫ്രാൻസിസ് ജോർജിന് അവിടെ ലഭിച്ചത് 46,871 വോട്ടുകൾ, 41.82%. തോമസ് ചാഴികാടിന് 37,261 വോട്ടുകൾ, 33.25%. തുഷാർ വെള്ളാപ്പള്ളിക്ക് 21.78% അതായത് 24,412 വോട്ടുകൾ എന്നുള്ളതായിരുന്നു ലീഡ്. 9,610 വോട്ടുകളുടേതാണ്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ചിത്രത്തിലേക്ക് വരുമ്പോൾ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി UDF-നൊപ്പം. UDF-ൽ അവിടെ 20 സീറ്റുകൾ, LDF-ന് 5, NDA-ക്ക് 6, മറ്റുള്ളവർക്ക് 5 എന്നുള്ളതായിരുന്നു. 2020-ലും UDF-നൊപ്പമായിരുന്നു. ഇനി പഞ്ചായത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ UDF-ന് അവിടെ 4, LDF-ന് 1, NDA-ക്ക് 1 എന്നുള്ളതാണ് കണക്ക്. ഐമനം പഞ്ചായത്ത് NDA-ക്കൊപ്പമാണ്. അർപ്പൂക്കര, അതിരമ്പുഴ, കുമരകം, നീണ്ടൂർ എന്നീ പഞ്ചായത്തുകൾ UDF-നൊപ്പവും തിരുവാർപ്പ് LDF-നൊപ്പവുമാണ്. ഇതാണ് ഏറ്റുമാനൂരിന്റെ സമഗ്രമായിട്ടുള്ള ചിത്രം. നമുക്ക് അജിത്തിലേക്ക് പോകാം. ആദ്യം അജിത്ത്, LDF-ന് ഒരു സേഫ് പ്ലേസ് ആയിട്ട് കരുതാനാകുമോ ഇത്തവണയും ഏറ്റുമാനൂര്? മന്ത്രി VN വാസവൻ തന്നെയാണ് ഇത്തവണയും LDF-ന്റെ സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങുന്നത്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ LDF-നെ സംബന്ധിച്ച് മന്ത്രി മത്സരിക്കുന്നു, അതിനോടൊപ്പം തന്നെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മത്സരിക്കുന്നു. അതുകൊണ്ട് ഒരു അഭിമാനകരമായ പോരാട്ടമാണ് LDF-നെ സംബന്ധിച്ച് ഏറ്റുമാനൂർ നിലനിർത്തുക എന്നുള്ളത്. പക്ഷേ ഏറ്റുമാനൂർ അത്ര സേഫായ മണ്ഡലമെന്ന് നമുക്ക് ഒരു ഘട്ടത്തിലും പറയാൻ കഴിയില്ല. ടൈറ്റ് ആയിട്ടുള്ള ഫൈറ്റ് നടക്കുന്ന മണ്ഡലമാണ്. പക്ഷേ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത്തവണ ഏറ്റുമാനൂർ ആര് മത്സരിക്കുമെന്നുള്ളതാണ്. അതായത് കോൺഗ്രസ് ആണോ, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണോ മത്സരിക്കുന്നത് എന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. അതിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം, ചങ്ങനാശ്ശേരിയും അതുപോലെ തന്നെ ഏറ്റുമാനൂരും ഇത്തവണ കോൺഗ്രസിന് മത്സരിക്കണമെന്ന കൃത്യമായ ആഗ്രഹമുണ്ട്. ആഗ്രഹമല്ല, അവിടെ മത്സരിച്ചാൽ, കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിച്ചാൽ വിജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്നും ജോസഫ് വിഭാഗം നല്ല സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല എന്നുൾപ്പെടെയുള്ള പരാതികൾ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ നടന്നെങ്കിലും അക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. പൂഞ്ഞാർ സീറ്റ് ജോസഫ് വിഭാഗത്തിന് നൽകിയിട്ട് ഈ 2 സീറ്റുകളും ഏറ്റെടുക്കുന്നത് അടക്കമുള്ള ആലോചനകൾ മുന്നോട്ട് വെച്ചെങ്കിലും അതൊന്നും ഒരു ധാരണയിലേക്ക് എത്തുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആരാണ് ഏറ്റുമാനൂർ മത്സരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ഒന്നാമത്തെ കാര്യം. കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ പട്ടികയിൽ നിരവധി ആളുകളുണ്ട്. നാട്ടകം സുരേഷ് ഉൾപ്പെടെയുള്ള അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ മത്സരിക്കാൻ തയ്യാറാണെന്നുള്ള കാര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഏത് നിലയ്ക്കാണ് ഈ ചർച്ചകൾ സമാപിക്കുന്നതെന്നതിനനുസരിച്ചായിരിക്കും ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുക. അതൊരു ഫൈറ്റിലേക്ക് പോയാൽ, 2 പാർട്ടികളും തമ്മിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോയാൽ അത് ഗുണകരമാകുക LDF-നാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിൽ നിൽക്കുകയാണ്. തങ്ങൾക്ക് കഴിഞ്ഞ തവണ ലഭിച്ച അതേ സീറ്റുകൾ, 10 സീറ്റുകൾ ലഭിക്കണമെന്നുള്ള കൃത്യമായ വിവരം സംസ്ഥാന നേതൃത്വത്തെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനോട് അനുകൂലമായ നിലപാടല്ല കോൺഗ്രസിനുള്ളത്. കാരണം അത്തരത്തിലുള്ള 10 സീറ്റുകൾ നൽകാനുള്ള നിലവിലെ സാഹചര്യം ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ആ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ഏറ്റുമാനൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിന്റെ പശ്ചാത്തലം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ തീരുമാനത്തിലേക്ക് എത്തിയാൽ മാത്രമാണ് ഏറ്റുമാനൂരിന്റെ മത്സരത്തിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായും വ്യക്തമാകാൻ കഴിയുന്ന പശ്ചാത്തലം ഉണ്ടാകുകയുള്ളൂ. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലം ഉൾപ്പെടെ UDF-ന് കൃത്യമായി പ്രതീക്ഷ നൽകുന്ന സാഹചര്യങ്ങളുണ്ട്. മാത്രമല്ല മണ്ഡലത്തിൽ നിരവധിയായിട്ടുള്ള മുഖങ്ങൾ അവതരിപ്പിക്കാൻ UDF-ന്റെ മുമ്പിലുണ്ട്. അതെല്ലാം UDF-നെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. LDF-നെ സംബന്ധിച്ച് മന്ത്രി എന്ന നിലയ്ക്കും ഉൾപ്പെടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളും, മാത്രമല്ല VN വാസവൻ എന്ന് പറയുന്ന ജില്ലയിലെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള സംഘടനാ സംവിധാനവും എല്ലാം ഉയർത്തിക്കൊണ്ടൊരു പ്രവർത്തനമായിരിക്കും LDF-ന്റെ ഭാഗത്തുണ്ടാകുക. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റുമാനൂർ മണ്ഡലം LDF-നെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ആവേശകരമായ മത്സരം നടക്കുന്ന, അവരുടെ ഏറ്റവും അഭിമാനപരമായ മത്സരം നടക്കുന്ന മണ്ഡലമാകും. ആ മണ്ഡലത്തിൽ വിജയിക്കുക എന്നത് LDF-നെ സംബന്ധിച്ച് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏത് നിലയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടതുമാണ്. തീർച്ചയായും. അപ്പോൾ ഒരു അനായാസ വിജയം എന്നുള്ളത് അവിടെ കീറാമുട്ടിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ശ്രീ ജോർജ് പൊടിപാറ, അങ്ങയുടെ ഒരു നിരീക്ഷണം ഏത് തരത്തിലാണ്? തദ്ദേശ കണക്കുകളെല്ലാം പരിശോധിക്കുമ്പോൾ അവിടെ UDF-ന് എഡ്ജ് ഉണ്ട് എന്നുള്ളത് കൃത്യം തന്നെയാണ്. പക്ഷേ VN വാസവനുള്ളൊരു സ്വീകാര്യത എന്നുള്ളത് മറ്റൊരു ഘട്ടത്തിൽ നിൽക്കുന്നു. പക്ഷേ ഈ സീറ്റ് സംബന്ധിച്ചുള്ള പിടിവലി അത് LDF-ന് അനുകൂലമാകാനുള്ള സാധ്യതകൾ അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ ഏത് തരത്തിലാണ് ഏറ്റുമാനൂരിൽ കാര്യങ്ങൾ? അജിത്ത് ചൂണ്ടിക്കാണിച്ച പല കാര്യങ്ങളും വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഏറ്റുമാനൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലനിൽക്കുന്ന ഏറ്റവും വലിയ അനിശ്ചിതത്വം, ഏറ്റുമാനൂർ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫിന് മത്സരിക്കാൻ കൊടുക്കുമോ, കോൺഗ്രസ് അനുവദിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി അടക്കം
ചില സീറ്റുകളുടെ കാര്യത്തിൽ കോൺഗ്രസ് വളരെ നിർബന്ധ ബുദ്ധി പിടിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റുമാനൂരും ചങ്ങനാശ്ശേരിയും കോൺഗ്രസിന് മത്സരിക്കാൻ വേണം എന്നൊരാവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 2 സീറ്റുകളും വിട്ടുകൊടുക്കാൻ ഞാൻ മനസ്സിലാക്കുന്ന ഒരുപക്ഷെ പൂഞ്ഞാറും ഏറ്റുമാനൂരും തമ്മിൽ ഒരു വച്ചുമാറ്റത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ള കാര്യമാണ് ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത്. അത് മുഴുവൻ ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും അങ്ങനെ ചില ഊഹാപോഹങ്ങളും ഉണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ ഏറ്റുമാനൂർ എന്ന് പറയുന്നത് ഇത്തവണ കേരള കോൺഗ്രസ് ജോസഫിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കാനുണ്ടാകുമോ? നിർഭാഗ്യവശാൽ കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി ഇക്കുറി അദ്ദേഹം ഇല്ലല്ലോ. അദ്ദേഹം വളരെ അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വേർപാട് സൃഷ്ടിച്ചൊരു വേദനയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇക്കുറി ജോസഫ് ഗ്രൂപ്പിന് ആ മണ്ഡലം ലഭിച്ചാലും ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ നമുക്ക് വലിയ നിശ്ചയമില്ല. 10 സീറ്റിലേക്കും കൃത്യമായിട്ട് സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയിട്ടുണ്ട്, അതിശക്തരെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പി ജെ ജോസഫും അദ്ദേഹത്തിൻ്റെ മകൻ കോർഡിനേറ്ററായിട്ടുള്ള അബു ജോസഫും ഒക്കെ ആവർത്തിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഏറ്റുമാനൂരിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിന് എപ്പോഴും ഒരു വൈകാരികതയുണ്ട്. അവിടെ മത്സരിക്കാൻ കോൺഗ്രസിന് വലിയ വേരോട്ടമുള്ള മണ്ണാണ്. അതിരമ്പുഴയും ആർപ്പുകരം പോലുള്ള പഞ്ചായത്തുകൾ. ഈക്കുറി കുമരകം പഞ്ചായത്ത് പോലും പിടിച്ചെടുക്കാൻ UDF കഴിഞ്ഞു. അത് കുമരകം എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ SNDPയുടെ വലിയ തട്ടകമാണ്. ഒരുപക്ഷെ ഈഴവ സമുദായത്തിന് ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലമാണ്. അയ്മനം പഞ്ചായത്ത് NDA പിടിച്ചെടുത്തിരിക്കുന്നു. മൊത്തത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം പരിശോധിക്കുമ്പോൾ VN വാസവന് അത്ര പെട്ടെന്ന് ഉറക്കം വരുന്ന രാവുകളല്ല ആ തെരഞ്ഞെടുപ്പ് ഫലം സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഏറ്റുമാനൂർ നഗരസഭ വലിയ മാർജിനിൽ UDF സ്വന്തമാക്കി. അതുപോലെ തന്നെ VN വാസവൻ്റെ ശക്തി കേന്ദ്രങ്ങളായ പല പഞ്ചായത്തുകളും UDF സ്വന്തമാക്കി. കണക്കുകൾ UDFന് അനുകൂലമാണ്. പക്ഷേ VN വാസവൻ എന്ന് പറയുന്നത് ഒരു ചെറിയ മീനല്ല. അതാണ് അവിടുത്തെ പ്രശ്നം. VN വാസവൻ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ അടവുകളും പയറ്റി 18 അടവും പൂഴിക്കടകനും അറിയുന്നൊരു നേതാവാണ്. അദ്ദേഹം ഒരു വശത്ത് നിൽക്കുമ്പോൾ കോൺഗ്രസ് ഒരു ചെറുമീനിനെ, ഞാൻ വിചാരിക്കുന്നു നാട്ടകം സുരേഷിന് പോലും VN വാസവൻ്റെ മെയ്വഴക്കമോ രാഷ്ട്രീയ പാരമ്പര്യമോ അദ്ദേഹത്തിൻ്റെ അടവുകളോ ഒന്നും അതുപോലെ തിരിച്ചടിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉണ്ടായാൽ മാത്രമേ കാര്യങ്ങൾ അവിടെ ഒരു വശത്തേക്ക് എത്തുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. നമുക്ക് അതിവേഗം പോകണം ചങ്ങനാശ്ശേരിയിലേക്ക്. ചങ്ങനാശ്ശേരി ആദ്യകാലങ്ങളിൽ ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസും CPIയും വിജയിച്ചിട്ടുണ്ടെങ്കിലും 1970 ശേഷം കേരള കോൺഗ്രസിനെ മാത്രമേ മണ്ഡലം തുണച്ചിട്ടുള്ളൂ. 1980 മുതൽ 2016 വരെ കേരള കോൺഗ്രസിന്റെ CF തോമസ് തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ടു. കേരള കോൺഗ്രസ് എമ്മിന്റെ അഡ്വക്കേറ്റ് ജോബ് മൈക്കിളാണ് നിലവിലെ MLA. മണ്ഡലത്തിൽ 50 വർഷമായി തുടരുന്ന ആധിപത്യമാണ് കേരള കോൺഗ്രസ് എമ്മിനും LDFനും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും ആത്മവിശ്വാസം നൽകുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ കയ്യിൽ നിന്നും കോൺഗ്രസ് ചങ്ങനാശ്ശേരി ഏറ്റെടുക്കുമോ എന്നുള്ള ചോദ്യവും അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. നമുക്ക് പോകാം 2021 കണക്കുകളിലേക്ക്. 2021 ജോബ് മൈക്കിൾ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചു കയറുമ്പോൾ 55,425 വോട്ടുകളാണ് നേടിയത്. 44.8% VJ ലാലി, അതും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. 49,366 വോട്ടുകൾ നേടി 39.94%. G രാമൻ നായർ BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 14,491 വോട്ടുകൾ 11.73% എന്നുള്ളതായിരുന്നു. ഭൂരിപക്ഷം 6,059 എന്നുള്ളതായിരുന്നു കണക്ക്. 2024 കൊടിക്കുന്നിൽ സുരേഷിന് അവിടെ ലഭിച്ചത് 54,843 വോട്ടുകൾ 49.74%. CE അരുൺകുമാറിന് 38,393 വോട്ടുകൾ 34.82%. ബൈജു കലാശാലയ്ക്ക് 14,276 വോട്ടുകൾ 12.94% എന്നുള്ളതായിരുന്നു കണക്ക്. നമുക്ക് ലീഡ് നോക്കാം. 16,450 എന്നുള്ളതായിരുന്നു. ഇനി തദ്ദേശ ചിത്രത്തിലേക്ക് വരുമ്പോൾ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി UDFനൊപ്പം നിൽക്കുന്നു. കക്ഷിനില പരിശോധിച്ചാൽ UDFന് അവിടെ 13, LDFന് 9, NDAക്ക് 8, മറ്റുള്ളവർക്ക് 7 എന്നുള്ളതായിരുന്നു. 2020 LDFനൊപ്പമായിരുന്നു മുനിസിപ്പാലിറ്റി. ഇനി പഞ്ചായത്ത് കണക്കിലേക്ക് വരുമ്പോൾ പഞ്ചായത്തുകളിൽ UDFനൊപ്പം 3 പഞ്ചായത്തുകൾ നിൽക്കുന്നു, LDFനൊപ്പം 2 പഞ്ചായത്തുകൾ. അതേതൊക്കെയാണെന്ന് വിശദമായി നോക്കുമ്പോൾ കുറിച്ചി LDFനൊപ്പം നിൽക്കുന്നു, മാടപ്പള്ളി UDFനൊപ്പം, പായിപ്പാട് LDFനൊപ്പം, തൃക്കൊടിത്താനം, വാഴപ്പള്ളി എന്നീ പഞ്ചായത്തുകൾ UDFനൊപ്പമാണ്. 2 പഞ്ചായത്തുകളാണ് LDFന് അവിടെ നഷ്ടമായിട്ടുള്ളത്. ഇതാണ് നിലവിലെ സാഹചര്യം. നമുക്ക് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അജിത്ത് പറഞ്ഞു തരും കാര്യങ്ങൾ. അജിത്ത്, നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്താണ്? അവിടെയും ഈ പറയുന്ന സീറ്റ് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ അങ്ങനെ ഒരു അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നുണ്ട്. കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ഒരു പോരാട്ടം തന്നെ ആയിട്ട് അവിടെ വരുമോ? എന്താണ് സാധ്യതകളുള്ളത്?
കഴിഞ്ഞ തവണ വി ജെ ലാലി 6059 വോട്ടുകൾക്ക് മാത്രമാണ് ഇവിടെ പരാജയപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല വിനു ജോബ് എന്ന് പറയുന്ന ഒരു പട്ടികയിൽ ഒരു പേര് കൂടി ഇത്തവണ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ കയ്യിലുണ്ട്. ഈ രണ്ട് പേരുകളും സംസ്ഥാന നേതൃത്വത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. തങ്ങൾക്ക് കഴിഞ്ഞ തവണ പോലും ഇത്രത്തോളം മാത്രം ഒരു ചെറിയ മാർജിൻ മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഈ കോൺഗ്രസ് ഈ സീറ്റിന് വേണ്ടി ഇത്ര പിടിവാശി പിടിക്കുന്നത് എന്ന ചോദ്യമാണ് പ്രധാനമായും ജോസഫ് വിഭാഗം ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് കുറച്ച് പ്രസക്തിയുണ്ട്. തങ്ങൾ മത്സരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ആ സീറ്റ് പിടിച്ചു വാങ്ങുന്ന സമീപനം ഉണ്ടായാൽ അത് ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് ജോസഫ് വിഭാഗത്തിന്റെ നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. ചങ്ങനാശ്ശേരി സീറ്റിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതാണ് ജോസഫ് വിഭാഗത്തിന്റെ നിലപാട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റുമാനൂരും പൂഞ്ഞാറും തമ്മിൽ വെച്ചുമാറാനുള്ള ആലോചനകളിലേക്ക് വന്നാൽ അതിനോട് ചിലപ്പോൾ അനുഭവപൂർവമായ ഒരു നിലപാട് സ്വീകരിച്ചേക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ചങ്ങനാശ്ശേരി സീറ്റിൽ ഒരു കോംപ്രമൈസും പാർട്ടി തയ്യാറല്ല എന്നുള്ളതാണ് ജോസഫ് വിഭാഗത്തിന്റെ നിലപാട്. ആ നിലപാടുള്ളത് കൊണ്ട് തന്നെ ആ പാർട്ടിയെ സംബന്ധിച്ച് ചങ്ങനാശ്ശേരി സീറ്റിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളുണ്ട്. അവരെ സംബന്ധിച്ച് അവിടെ മത്സരിക്കുമെന്ന് തീരുമാനത്തിലെടുത്ത് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തവണ ചങ്ങനാശ്ശേരിയിൽ കോൺഗ്രസിന്റെ സീറ്റിൽ കോൺഗ്രസിന്റെ സ്കൈ ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ അവിടെ വിജയം സുനിശ്ചിതമാണെന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ആ സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അനുസരിച്ച് കാര്യങ്ങൾ പോയാൽ അതൊരു വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. നേരത്തെ സംഗീത സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസുകൾക്ക് വലിയ ശക്തി കേന്ദ്രമായിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും അത്തരത്തിലുള്ള സമവാക്യങ്ങൾ, സഭാ സമവാക്യങ്ങൾ, സാമൂഹിക സമവാക്യങ്ങൾ ഒക്കെ പ്രതിഫലിക്കുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഏത് നിലയ്ക്കാണ് മത്സരം നടക്കുക എന്നുള്ള കാര്യത്തിൽ വ്യക്തമായാൽ, ആ മത്സരത്തിന്റെ ചിത്രം വ്യക്തമായാൽ ഏതാണ്ട് എങ്ങനെയാ മത്സരം മുന്നോട്ട് പോകുമെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അത് സ്ഥാനാർത്ഥിത്വത്തെ തട്ടി ചങ്ങനാശ്ശേരിയുടെ കാര്യത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം അത് ഒരു മണ്ഡലത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാവില്ല. അത് ഏറ്റുമാനൂരും പൂഞ്ഞാറും ചങ്ങനാശ്ശേരിയും എല്ലാം ബാധിക്കുന്ന ഒരു പ്രശ്നമായി വരാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് അവിടെ പ്രധാനമായും ഉയർന്നു വരുന്നത്. അപ്പോൾ തന്നെയും കോൺഗ്രസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വിജയം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കഴിയുന്നില്ല എന്നുകൂടി പറയുമ്പോൾ അത് സമവായത്തിലേക്ക് എത്തും. വരുന്ന ദിവസങ്ങളിൽ തന്നെ സമവായത്തിലെത്തിയാൽ അവിടെ ജോസഫ് വിഭാഗം മത്സരിക്കും. അല്ലാത്ത പക്ഷം ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്താൽ അതേതാണെങ്കിലും മുന്നണിക്കുള്ളിൽ ആഭ്യന്തരമായ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ, അതായത് മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങൾ അവിടെ പിടിവലിയായിട്ട് നിൽക്കുമ്പോൾ അതിനവിടെ ഒരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെ ഇരിക്കെ തന്നെ നമുക്ക് കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ UDF മനസ്സുള്ളവരാണല്ലോ, അല്ലെങ്കിൽ UDF മനസ്സുള്ള വോട്ടർമാരാണല്ലോ കേരള കോൺഗ്രസ് എമ്മിന്റെ എക്കാലത്തെയും അടിത്തറ എന്ന് പറയുന്നത്. അവിടെ ഈ നമ്മൾ പാലായിലും പൂഞ്ഞാറിലും ഒക്കെ സംസാരിച്ചതുപോലെ തന്നെയുള്ള ആ മുന്നണി മാറ്റത്തെ എത്രത്തോളം അംഗീകരിക്കുമെന്നുള്ളത് അവിടെ നിൽക്കുകയല്ലേ കേരള കോൺഗ്രസ് എമ്മിന്. അപ്പോഴും ചങ്ങനാശ്ശേരിയിൽ കീറാമുട്ടിയായിട്ട് അതവിടെ അവശേഷിക്കുന്നുണ്ടല്ലോ. ആ ഘടകം എത്രത്തോളം പ്രതിഫലിക്കും? കാരണം കഴിഞ്ഞ തവണത്തെ 6000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. മറികടക്കാനാവാത്ത സാഹചര്യമൊന്നും അവിടെ ആ സാഹചര്യത്തിലുമില്ല. അത് UDF-ൽ എത്രത്തോളം മുന്നണി പ്രശ്നങ്ങളിൽ ആ സീറ്റ് തർക്ക പ്രശ്നങ്ങൾ ഉണ്ടായാലും കേരള കോൺഗ്രസ് എമ്മിന് എത്രത്തോളം കീറാമുട്ടിയാണ് ചങ്ങനാശ്ശേരിയിലെ സാഹചര്യം? ഞാൻ സംഗീതയോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. ചങ്ങനാശ്ശേരിയിലെ ഇത്തവണത്തെ പ്രശ്നം, അതായത് കോൺഗ്രസ് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത് കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചാൽ തീർച്ചയായിട്ടും ചങ്ങനാശ്ശേരി കൂടെ പോരും എന്ന് തന്നെയാണ്. അതിന് അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും വലിയ നേട്ടങ്ങളാണ്, വലിയ ഭൂരിപക്ഷമാണ്. സ്വാഭാവികമായിട്ടും അവർ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഒരു മുന്നണി മര്യാദ അനുസരിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന ഒരു സീറ്റാണ് ചങ്ങനാശ്ശേരി. അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ചങ്ങനാശ്ശേരിയെ നമുക്ക് ചെറുതായി കാണാൻ പറ്റില്ല. ഒന്ന്, ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ശക്തമായ സീറോ മലബാർ അതിരൂപതകളിലൊന്നായ ചങ്ങനാശ്ശേരി എല്ലാ കാലത്തും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു അതിരൂപതയാണ് ചങ്ങനാശ്ശേരി. അവിടെ മാറി മാറി വന്നിട്ടുള്ള സഭാ മേലധ്യക്ഷന്മാരൊക്കെ ഈ പറയുന്ന കേരള കോൺഗ്രസ് നേതാക്കളുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ NSSൻ്റെ ആസ്ഥാനമാണ് പെരുന്ന നിൽക്കുന്നത് ചങ്ങനാശ്ശേരി മണ്ഡലത്തിലാണ്. അതുപോലെ തന്നെ NSSൻ്റെ നിലപാടും NSSും കാലാകാലങ്ങളിൽ പലപ്പോഴും കേരള കോൺഗ്രസുമായിട്ട് നല്ല ബന്ധം സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്, ഒരു സമുദായ സംഘടനയാണ്. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം നിൽക്കുമ്പോൾ ഇക്കുറി കേരളം മുഴുവൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ച ഒരു UDF അനുകൂല ഒരു ഭരണവിരുദ്ധ വികാരവും തീർച്ചയായിട്ടും ചങ്ങനാശ്ശേരി പോലുള്ള ഒരു മണ്ഡലത്തിൽ UDFൻ്റെ വിജയം അനായാസമാക്കും. അത് UDFൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് മത്സരിക്കുന്നതെങ്കിൽ അത് കുറെ കൂടി അനായാസമാകും എന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. പക്ഷേ ജോസഫ് ഗ്രൂപ്പ് ആ സീറ്റ് വിട്ടുകൊടുക്കാനുള്ള സാധ്യതയില്ല.
6000 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ 6000 വോട്ട് മറികടക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. മാത്രമല്ല ജോബ് മൈക്കിൾ നമുക്കറിയാം ഈ കേരള കോൺഗ്രസ് UDF ആയിട്ടൊരു സഖ്യം വേണോ, അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ പാർട്ടിയുമായിട്ട് ആ ഒരു സഖ്യ സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്ത പേരുകളിലൊന്ന് ഈ ജോബ് മൈക്കിളിൻ്റെ പേരായിരുന്നു. അതായത് ജോസ് കെ മാണിയുടെ ഈ പറഞ്ഞ സഖ്യം വേണമെന്ന ആ ചിന്താഗതിയോട് ഏറെ പൊരുത്തപ്പെട്ട അല്ലെങ്കിൽ അത് വേണമെന്ന് ആഗ്രഹിച്ച നേതാക്കളിൽ 2 MLA-മാരിൽ ഒരാൾ ജോബ് മൈക്കിളായിരുന്നു എന്നുള്ളത് രഹസ്യമല്ല. അപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം ചുവരെഴുത്തുകൾ വായിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലവും അതുപോലെ തന്നെ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ഫലവും ചങ്ങനാശ്ശേരി നഗരസഭയിൽ UDF-നുണ്ടായ വലിയ വിജയം, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിലെ UDF-ന്റെ മേധാവിത്വം മൊത്തത്തിൽ നോക്കുമ്പോൾ അവിടെയുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം LDF-ന് അനുകൂലമല്ല. പിന്നെ സംഗീത സൂചിപ്പിച്ചതുപോലെ എല്ലാ കാലത്തും UDF-നോടൊരു മമത പുലർത്തിയിട്ടുള്ള ഒരു ചരിത്രമാണ് ഈ ചങ്ങനാശ്ശേരിയുടേത്. നിങ്ങൾ പറയുന്നത് പോലെ ഒരുപക്ഷെ കോൺഗ്രസ്സുകാർ ജയിച്ച പാരമ്പര്യം അല്ലെങ്കിൽ ആ ചരിത്രം വളരെ കുറവാണ്. എങ്കിൽ പോലും ചങ്ങനാശ്ശേരിയുടെ മനസ്സിൽ എപ്പോഴും ഒരു കോൺഗ്രസ് ആഭിമുഖ്യമുണ്ട്, ഒരു UDF ആഭിമുഖ്യമുണ്ട്. മറിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അല്ലെങ്കിൽ ചുവപ്പിനോടുള്ള ചെറിയൊരു അലർജിയും എല്ലാ കാലത്തും പുലർത്തുന്ന ഒരു സമൂഹമാണ് അവിടെയുള്ളത്. കത്തോലിക്ക സഭയുടെയും അതുപോലെ തന്നെ NS-ൻ്റെയും വലിയ സ്വാധീനവും ഒക്കെ സമദൂരം പാലിക്കുന്ന, സമദൂരം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ശരിദൂരം UDF-നൊപ്പം എന്ന് ചിന്തിക്കുന്ന NSS-നെയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഇക്കുറി ഏതായാലും കത്തോലിക്കരുടെ മനസ്സ്, സീറോ മലബാർ സമൂഹത്തിൻ്റെ മനസ്സ് UDF-നൊപ്പമാണെന്ന് അവരുടെ തട്ടകങ്ങളിൽ ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും അതുപോലെ എറണാകുളത്തും ഒക്കെ സീറോ മലബാർ സഭയ്ക്ക് വലിയ മേധാവിത്വമുള്ള ജില്ലകളിലൊക്കെ UDF നേടിയ വലിയ വിജയങ്ങൾ ആ സഭ എങ്ങനെ ചിന്തിക്കുന്നു, സഭാ വിശ്വാസികൾ എങ്ങനെ ചിന്തിക്കുന്നു, സഭാ നേതൃത്വം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ കൂടി സാക്ഷ്യമാണ്. സ്വാഭാവികമായിട്ടും ചങ്ങനാശ്ശേരിയെക്കുറിച്ച് എനിക്ക് തോന്നുന്നില്ല ചങ്ങനാശ്ശേരി വെച്ച് മാറിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിന് ജോസഫ് ഗ്രൂപ്പ് വഴങ്ങും എന്ന് വിചാരിക്കാൻ ന്യായമില്ല. സമ്മർദ്ദം കോൺഗ്രസ് നടത്തുന്നുണ്ടെങ്കിലും 10 എന്നുള്ളത് തൃക്കരിപ്പൂരൊക്കെ വിട്ടുകൊടുക്കാൻ തയ്യാറായേക്കാം. 8 കിട്ടാതെ 10 എന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ച് പറയുന്നത്. 10 വേണം. അതിനിടയ്ക്ക് ജോസ് കെ മാണി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ തങ്ങളുടെ ഇടതുമുന്നണിയിലേക്ക് ക്ഷണിച്ചു. എന്തുകൊണ്ട് അവർക്ക് മുന്നണിയിലേക്ക് വരാൻ എന്താണ് തടസ്സമെന്ന് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചോദിച്ചു. അപ്പോൾ രാഷ്ട്രീയം വല്ലാതെ ഒരു വളാറ്റൈൽ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. വന്നാൽ 2 കൈ നീട്ടി സ്വീകരിക്കാൻ LDF തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ജോസഫ് ഗ്രൂപ്പിൻ്റെ ഒരു സമ്മർദ്ദ ശേഷി കുറച്ചുകൂടി വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ചങ്ങനാശ്ശേരിയിൽ ഇക്കുറിയും ഈ പറഞ്ഞ ജോസഫ് ഗ്രൂപ്പിൻ്റെ ലാലിയായിരിക്കുമോ അതോ നേരത്തെ ഈ പറഞ്ഞ പോലെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ മറ്റാരെങ്കിലും ആയിരിക്കുമോ എന്ന കാര്യത്തിലേ സംശയമുള്ളൂ. ഒരു പക്ഷേ കുറച്ചുകൂടി പോരാട്ടം കടുപ്പിക്കാൻ കുറച്ചുകൂടി ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാനുള്ള ചങ്ങനാശ്ശേരിയിലും സാഹചര്യങ്ങൾ ഏത് രീതിയിലായിരിക്കുമെന്ന്, ഏത് പൊളിറ്റിക്കൽ ത്രില്ലറാണ് അവിടെയും ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. എന്താണെങ്കിലും കോട്ടയം ജില്ലയുടെ ആദ്യത്തെ ദിവസത്തെയുള്ള ഈ യാത്രയിൽ ഒപ്പം ചേർന്നതിന് ഇരുവർക്കും നന്ദി. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, കോട്ടയത്തെ UDF-ന്റെ പ്രതാപകാലം തിരിച്ചു വരുമോ? ഒപ്പം കേരള കോൺഗ്രസ് എമ്മിനെ മുൻനിർത്തി LDF-ന് ഇത്തവണയും നേട്ടമുണ്ടാക്കാനാകുമോ? അത് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേയിരുന്നത്. നാളെ 5 മണ്ഡലങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കും. കോട്ടയത്തെ കണക്കുകൂട്ടലുകൾ ബാക്കിയൊക്കെ നമുക്ക് നാളെ അറിയാം. ശുഭരാത്രി.